സിസ്റ്ററെ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സുപ്രഭാതത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുടെ മുമ്പിൽ വീണ്ടും ദൈവവചനവുമായിട്ട് കടന്നു വരുവാൻ എനിക്ക് നൽകി തന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവിന്റെ ദാസി ബീന സിസ്റ്ററെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ, കുടുംബമായി മാനിക്കട്ടെ. അതുപോലെ തന്നെ ഈ മീറ്റിംഗിൽ ദൈവത്തെ ആരാധിച്ച പ്രിയ കർത്താവിന്റെ ദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കും. നമുക്ക് പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാം. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ആരാധിക്കുവാൻ, ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം നമ്മെ സഹായിച്ചുകൊണ്ടിരുന്നു. എത്ര പേര് ദൈവത്തെ ആരാധിച്ചു എന്ന് എനിക്കറിയത്തില്ല. പലരും ആരാധിച്ചു. ആരാധനയിൽ ദൈവം ഇറങ്ങി വരും. ആരാധിക്കുന്ന സമയത്താണ് ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളിലേക്ക് കൂടുതൽ അനുഭവിക്കാൻ നമുക്ക് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രസംഗം കേൾക്കുന്നതിനേക്കാളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ആരാധന. ഹല്ലേലൂയ. നാം ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ പ്രധാനപ്പെട്ട പദ്ധതിയാണ്. അതിൽ തന്നെ നമ്മൾ ശ്രദ്ധ കൊടുക്കുവാൻ പ്രത്യേകാൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ഹല്ലേലൂയ. നാം ദൈവവചനം കേട്ട് നമ്മൾ ശുദ്ധീകരിക്കപ്പെട്ട് നമ്മൾ ദൈവത്തെ ആരാധിക്കാനാണ് ആഗ്രഹിക്കുന്നത്. യേശുവിന്റെ രക്തം കൊണ്ട് നമ്മളെ വിലയ്ക്ക് വാങ്ങിയത് വചനം പറയുന്നു. അവന്റെ രക്തം കൊണ്ട് നമ്മളെ ശുദ്ധീകരിച്ച് ദൈവത്തെ ആരാധിപ്പാൻ നമ്മളെ യോഗ്യരാക്കി തീർത്തു. അതുകൊണ്ട് തന്നെ നമ്മുടെ ആരാധനകളിലെല്ലാം നമ്മുടെ ശബ്ദം, നമ്മുടെ ശരീരം, ഇതെല്ലാം സമർപ്പിച്ച് നാം ആരാധിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരാത്മദേഹികളിൽ ദൈവശക്തി കൂടുതലായിട്ട് ഇറങ്ങി വരുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. ദൈവവചനം പറയുന്നു, റോമാലേഖനം 12 ഇങ്ങനെ പറയുന്നു, ആമേൻ, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി അർപ്പിക്കുക. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി അർപ്പിക്കുന്ന ആ ഒരു ആരാധന, നമ്മുടെ ശരീരം ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുന്ന ഒരു ആരാധന, അതാണ് ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. കർത്താവ് നമ്മെ ധാരാളം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിതം കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി വളരെ ശക്തിയോടെ പ്രയോജനപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കാം. ഇന്നും കർത്താവ് നമ്മോട് സംസാരിക്കും. വിശ്വാസത്തോടെ നമുക്കൊരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. ദൈവശബ്ദം കേൾക്കേണ്ടതിന് നമ്മുടെ ഹൃദയത്തെ കാതോർക്കാം. ആമേൻ. ഹൃദയത്തിന്റെ കണ്ണ് പ്രകാശിക്കാൻ, ഹൃദയത്തിന്റെ അകത്ത് ദൈവശബ്ദം കേൾക്കാൻ നമുക്ക് ഒന്നുകൂടെ ഒരുക്കി കൊടുക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഞാൻ ആരാധനയെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പ്രാർത്ഥന. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവവചനം പറയുന്നു, എപ്പോഴും എല്ലാറ്റിനും വേണ്ടി പ്രാർത്ഥിപ്പിൻ. എന്താണോ ഇന്ന് പ്രഭാതത്തിൽ നാം ആഗ്രഹിക്കുന്നത്, അതിനുവേണ്ടി ആഗ്രഹം മാത്രമല്ല, ആഗ്രഹിക്കുന്ന കാര്യത്തെ ദൈവത്തോട് ചോദിപ്പാൻ, പ്രാർത്ഥിപ്പാൻ നമുക്ക് തയ്യാറാകാം. ദൈവമേ, എന്നെ വീണ്ടും പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണേ, എന്നെ വീണ്ടും ശക്തീകരിക്കണമേ, എന്നിലേക്ക് ഇറങ്ങി വരണമേ, അങ്ങയുടെ സാന്നിധ്യം എൻ്റെ ജീവിതത്തെ വീണ്ടും ശക്തീകരിക്കണമേ എന്ന് എല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. ഞാൻ ആത്മാവിൽ കാണുന്നു, അനേക വ്യക്തികളുടെ ലൈഫിൽ ഇന്ന് പകലിൽ ചില തിരിവുകൾ പരിശുദ്ധാത്മാവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. വിശ്വസിച്ചുകൊണ്ട് നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഷാബാറ കഥാലാബ ശംധന 1-2 മിനിറ്റ്
അന്യഭാഷകളിൽ എല്ലാവരും സംസാരിക്കാം. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിക്കാം. എല്ലാവരും അൺമ്യൂട്ട് ചെയ്ത് കർത്താവിന്റെ സന്നിധിയിൽ അന്യഭാഷകൾ ഓക്കെ, താങ്ക് യു പ്രഭു ആശിഷ്കരെ. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവവചനത്തിലേക്ക് ശ്രദ്ധ തിരിക്കാം. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 25 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ച് ദൈവത്തിന്റെ ആത്മാവിന്റെ ആലോചനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുവിൻ. അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ ചുളുക്കം മുതലായതൊന്നും ഇല്ലാതെ സഭയെ ശുദ്ധവും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അവണ്ണം ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കും. താങ്ക് യു വെരി മച്ച്. അപ്പം ആ വചനത്തിന്റെ 25, 26, 27 വാക്യങ്ങളിൽ നമ്മൾ വായിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം
ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് അറിയിപ്പാനായിട്ട് എന്നെ ഓർമ്മപ്പെടുത്തി. ഒരിക്കൽ കൂടെ വായിച്ചാട്ടെ 25, 26, 27 വാക്യങ്ങൾ. ഭർത്താക്കന്മാരെ ക്രിസ്തുവും ഭാര്യമാരെ 25 മുതല് 22. ഭാര്യമാരെ ഭർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുകയും ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കണം. ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുകയും അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ ചുളുക്കം മുതലായത് ഒന്നുമില്ലാതെ സഭയെ ശുദ്ധവും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ആമേൻ. തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അപ്പം ഇവിടെ സഭയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയത്തിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. ഒരു ഗ്ലോറിയസ് ചർച്ച് എന്നാണ് അവിടെ ഇംഗ്ലീഷിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഗ്ലോറിയസ് ചർച്ചിന്റെ വിഷയമാണ് ഇന്ന് നമ്മൾ ചിന്തിപ്പാൻ പോകുന്നത്. അപ്പൊ പരിശുദ്ധാത്മാവ് സഭയെ കുടുംബവുമായി കണക്ട് ചെയ്തുകൊണ്ട് അവിടെ ഒരു പ്രധാനപ്പെട്ട രഹസ്യം അല്ലെങ്കിൽ ഒരു ദൈവത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹം സഭയെക്കുറിച്ചുള്ളത് വ്യക്തമായിട്ട് അവിടെ വെളിപ്പെടുത്തുകയാണ്. എന്ന് വെച്ചാൽ ദൈവം സഭയെ ആമേൻ വിശുദ്ധവും നിഷ്കളങ്കവുമാക്കി അവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ ചുളുക്കം മുതലായത് ഒന്നും ഇല്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കവുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവർക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. എന്താ മനസ്സിലായേ? യേശു ക്രിസ്തു പറയുകയാണ് ആമേൻ തനിക്ക് താന് ആമേൻ ഏൽപ്പിച്ചു കൊടുക്കുന്നു. സഭയ്ക്ക് വേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. യേശു സഭയ്ക്ക് വേണ്ടി മരിക്കുന്ന കാര്യം പറയുന്നു. അപ്പം യേശു ക്രിസ്തു സഭയ്ക്ക് വേണ്ടിയാണ് മരിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു മണവാട്ടിയെ തയ്യാറാക്കുവാൻ, വെടിപ്പാക്കാൻ, ശുദ്ധീകരിച്ചെടുക്കാൻ, ഒരു തേജസ്സുള്ള ഒരു സഭയെ ഒരുക്കിയെടുക്കാൻ നോക്കുക. കർത്താവ് യേശു ക്രിസ്തുവിനെ അവൻ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുന്നു എന്ന് വായിക്കുകയാണ്. അപ്പൊ അതിന്റെ അർത്ഥം ഇന്നും ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത് തനിക്ക് വേണ്ടി തേജസ്സുള്ള ഒരു സഭയെ മുന്നൊരുക്കി നിർത്തുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. അപ്പൊ മുന്നൊരുക്കുന്നു അല്ലെങ്കിൽ ദൈവത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ, യോഗ്യമായി നിർത്തുവാൻ കഴിവുള്ള ഒരു സഭയാണ് ഇന്നും ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പൊ ഈ അന്ത്യകാലഘട്ടത്തിലും നാം എല്ലാവരും ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ ലോകത്തിൽ മറ്റെന്തിനേക്കാൾ അധികമായിട്ട് ദൈവം പ്രാധാന്യം കൊടുക്കുന്നത് എന്തിനാണ്? അവൻ തേജസ്സുള്ള ഒരു സഭയ്ക്കാണ്. സ്തോത്രം. കാണപ്പെടുന്ന വലിയ കല്ലുകൾ കൊണ്ട് കെട്ടിയടച്ച ഒരു കെട്ടിടമോ അല്ലെങ്കിൽ അവൻ ജനങ്ങൾ കൊണ്ട് നിറയപ്പെട്ട ഒരു ഹോളോ ഒന്നുമല്ല ദൈവം ഫോക്കസ് ചെയ്യുന്നത്. ദൈവത്തിന്റെ ഫോക്കസ് എന്താണ്? തേജസ്സുള്ള ഒരു സഭയാണ്, ഒരു ഗ്ലോറിയസ് ചർച്ചാണ്. എത്ര പേർ ഇന്ന് പ്രഭാതത്തിൽ ആഗ്രഹിക്കുന്നു ആ തേജസ്സുള്ള മണവാട്ടി, ആ തേജസ്സുള്ള ഒരു സഭയായി തീരുവാൻ എന്റെ ജീവിതത്തെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറയാൻ ആഗ്രഹിക്കുന്നവർ ആ കരമുയർത്തിയൊന്ന് യേശുവിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. എനിക്കറിയാം ഈ പ്രഭാതത്തിലെ ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങൾ കടന്നു വരണമെങ്കിൽ ആമേ തീർച്ചയായിട്ടും നിങ്ങൾ അതിനുവേണ്ടി ഒരുക്കമുള്ളവർ തന്നെയാണ്. ദൈവം
അങ്ങനെയുള്ള ഒരു കൂട്ടത്തെയാണ് ഈ ദിവസങ്ങളിൽ ഒരുക്കുന്നത്. നമ്മുടെ ചിന്തയും അതിലേക്ക് തന്നെ ആകട്ടെ. ദൈവത്തിനൊരു തേജസ്സുള്ള ഒരു സഭയെ ഒരുക്കിയെടുക്കണം. ആമേൻ. ഇന്ന് നടക്കുന്ന ഓരോ പണികളും പരിശുദ്ധാത്മാവിനെ ഉപയോഗിച്ച് ദൈവം ചെയ്യുന്ന സകല പ്രവൃത്തികളും എന്തിനു വേണ്ടിയെന്നറിയാമോ? ഈ സഭയെ വിശുദ്ധിയോടെ തേജസ്സോടെ മുൻനിർത്താൻ വേണ്ടിയാണ്. സ്തോത്രം. ആമേൻ. ഞാൻ ദൈവവചനം പഠിച്ചപ്പോൾ ഈ എഫെസ്യ ലേഖനത്തിനകത്ത് 1 മുതൽ 6 വരെയുള്ള അധ്യായങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ ലേഖനം എഴുതുന്ന പൗലോസിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ഈ ലേഖനത്തിന്റെ പിന്നിലെ ഉദ്ദേശം തന്നെ നമുക്ക് മനസ്സിലാകും. ഇതൊരു അവിശ്വാസിക്ക് വേണ്ടി എഴുതുന്ന ഒരു ലേഖനമല്ല. നമ്മൾ 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഒന്ന് വായിക്കാമോ? 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. ദൈവേഷ്ടത്താൽ ക്രിസ്തേശുവിന്റെ അപ്പോസ്തലനായ പൗലോസ് എഫെസോസിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തേശുവിൽ വിശ്വാസികളുമായുള്ളവർക്ക് എഴുതുന്നത്. കണ്ടോ? വിശുദ്ധന്മാരും വിശ്വാസികളും ആയവർക്ക് എഴുതുന്നത്. കണ്ടോ? അപ്പം ഇതൊരു അവിശ്വാസിക്ക് വേണ്ടി എഴുതിയ ഒരു ലേഖനമായിട്ടല്ല നമ്മൾ കാണേണ്ടത്. വിശ്വാസിക്ക് വേണ്ടി അല്ലെങ്കിൽ സഭയ്ക്കു വേണ്ടി, തനിക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ട തന്റെ വിശുദ്ധന്മാർക്കു വേണ്ടി എഴുതുകയാണ്. ഓ ജീസസ്. ഇന്ന് ആർക്കെങ്കിലും നമ്മളെ കുറിച്ച് ഞാൻ വിശുദ്ധിയുള്ളവളായി, വിശുദ്ധനായി, ഞാന് വിശ്വാസിയായിട്ടിരിക്കുന്നു എന്ന് തൃപ്തി അടയുന്ന ചിലർക്ക് ഈ എഫെസ്യ ലേഖനം വായിച്ച് ഒന്നുകൂടെ കർത്താവിന്റെ മുന്നിൽ ഒരു ഒത്ത മണവാട്ടിയായി, യേശുക്രിസ്തുവിന് യോഗ്യമായ ഒരു തേജസ്സുള്ള മണവാട്ടിയായി. എന്തുകൊണ്ടാണ് നാം തേജസ്സുള്ള മണവാട്ടി ആകേണ്ടത്? കാരണം യേശു തേജസ്സുള്ള മണവാളനാണ്. അപ്പൊ യേശു തേജസ് ധരിച്ചു നിൽക്കുകയാണ്. യേശു ക്രിസ്തു തേജസ്സിൽ നിൽക്കുമ്പോൾ ആ യേശുവിന്റെ തേജസ്സിനോട് ചേർന്ന് നിർത്താൻ തന്റെ മണവാട്ടിയെ തേജസ്സോടെ അവൻ മുൻനിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ കർത്താവിന്റെ സ്നേഹത്തിനായി നമുക്ക് നന്ദി പറയാം. ഈ ദൈവം നമ്മളെ തയ്യാറാക്കുകയാണ്. നമ്മളിലുള്ള അഴുക്കുകളെ, പാപശക്തികളെ, ഈ ലോകത്തിൽ നിന്നും കടന്നു വരുന്നതായ സകല വിധത്തിലുള്ള അഴുക്കും പാപവും അശുദ്ധികളും നമ്മുടെ ശരീരത്തോട് പോരാടുന്ന വിഷയങ്ങളും നമ്മുടെ മനസ്സിനോട് പോരാടുന്ന വിഷയങ്ങള്, ഇതെല്ലാം ഈ എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തില് വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് കുറിക്കുകയാണ്. നമ്മെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനു വേണ്ടി ദൈവം ചില കാര്യപരിപാടികൾ, മുൻ നിയമനങ്ങൾ, മുൻ നിർണയങ്ങൾ എല്ലാം നടത്തുന്നതായിട്ട് നമ്മൾ വായിക്കുന്നു. അതുമാത്രമല്ല, ഇപ്പോൾ പ്രസന്റ് ആയിട്ട് ദൈവം ചിലത് ചെയ്യുന്നു എന്നും ഈ ലേഖനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രാരംഭമായി നമ്മൾ 1-2 വാക്യങ്ങൾ കൂടെ എഫെസ്യ ലേഖനത്തിനകത്തു നിന്ന് തന്നെ നമ്മൾ ചിന്തിക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. അപ്പൊ അവിടെ മുൻനിർത്തേണ്ടതിന്, തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് ദൈവം നമ്മളെ വിശുദ്ധീകരിച്ച് തേജസ്സോടെ നിർത്തേണ്ടതിനെന്നാൽ ഉള്ള ഭാഗമാണ് ഞാൻ കൂടുതൽ ഊന്നൽ നൽകുന്നത്. അതിനുവേണ്ടി കർത്താവ് ചെയ്യുന്ന ചില പ്രവൃത്തികൾ നമ്മൾ എഫെസ്യ ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 3 വാക്യങ്ങൾ പെട്ടെന്ന് വായിക്കാം. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. കണ്ടോ? സ്വർഗത്തിലെ അനുഗ്രഹങ്ങളെ, സ്വർഗത്തിലെ സകല അനുഗ്രഹങ്ങളെ കൊണ്ടും അതിനുവേണ്ടി ഈ സഭയെ നിറച്ചിരിക്കുകയാണ്. സ്തോത്രം പറയാമോ? എവിടെയെങ്കിലും ഇന്ന് പകൽക്കാലം സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ കൊണ്ട് ആരെങ്കിലും നിറയപ്പെട്ടിട്ടുണ്ടെങ്കിൽ
അതിനായിട്ട് നാം ദൈവത്തിന് നന്ദി പറയണം. സ്തോത്രം. സ്വർഗീയ അനുഗ്രഹങ്ങൾ, ഹെവൻലി ബ്ലെസ്സിങ്സ് ദൈവം നമ്മുടെ പക്കൽ നൽകിയിരിക്കുന്നു എന്ന് പരിശുദ്ധാത്മ പറയുന്നു. നാം ഭൂമിയിലെ പല അനുഗ്രഹങ്ങൾക്കും വേണ്ടി അതിനുവേണ്ടി നമ്മുടെ ശ്രദ്ധയെ ശത്രു തന്ത്രരൂപേണ വശീകരിക്കുന്ന ഒരു സമയമാണ്. നമുക്കറിയാം, ദൈവം ആദാമിനെയും ഹവയെയും സൃഷ്ടിച്ചിട്ട് ദൈവം ആ തോട്ടത്തിനകത്ത് വെക്കുകയാണ്. നിങ്ങൾ ഇതിനകത്ത് സുഖവും സന്തോഷവുമായിട്ടിരിക്കുക. ഇവിടെയുള്ള ഈ വൃക്ഷത്തിന്റെ ഒക്കെ ഫലങ്ങൾ കഴിച്ച് വലിയ സന്തോഷത്തോടെ നിങ്ങൾ എന്നോട് ചേർന്ന് ആനന്ദിക്കുക. ദൈവം എപ്പോഴും അവരോട് കൂടെ വരുമായിരുന്നു, സംസാരിക്കുമായിരുന്നു, ഇടപെടുമായിരുന്നു, ഒന്നിച്ചു പാർക്കുമായിരുന്നു. എന്നാൽ ദൈവം അവരെ സൃഷ്ടിച്ചപ്പോൾ പറഞ്ഞായിരുന്നു, ദൈവത്തിന്റെ സ്വരൂപത്തിലും 1:26-27 വായിക്കുന്ന ഉൽപ്പത്തി പുസ്തകത്തില് ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. എന്നാൽ ഈ മനുഷ്യന്റെ അടുക്കൽ പാമ്പ് വന്നിട്ട് പറയുകയാണ്, അഥവാ സാത്താൻ പാമ്പിന്റെ രൂപത്തിൽ വന്നിട്ട് സംസാരിക്കുകയാണ്, അവൻ ഈ ഫലം കഴിച്ചു കഴിഞ്ഞാൽ നിനക്ക് ദൈവത്തെ പോലെ ആകാം. അപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയെ എന്താണെന്നുള്ളത് മറച്ചു വെപ്പിക്കാനും അത് ഇല്ല എന്ന് കാണിക്കാനും ശ്രമിക്കുന്ന ഒരു പാമ്പിനെയാണ് നമ്മൾ തോട്ടത്തിനകത്ത് കാണുന്നത്. ഇന്നും സഭകൾക്കകത്ത് ഈ പാമ്പ് കളിക്കുന്നുണ്ട്. എങ്ങനെയാണെന്നറിയാമോ? നമ്മളെ ദൈവം ഏത് അനുഗ്രഹങ്ങളാൽ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നുള്ളത്, സ്വർഗീയ അനുഗ്രഹങ്ങൾ നമ്മളെ മേൽ തന്നിട്ടും ഈ ഭൗതിക ലോകത്തിലെ പല വേണ്ടാത്ത കാര്യങ്ങളിൽ, അഥവാ ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവ് കഴിഞ്ഞ ആഴ്ചയില് വ്യക്തമായിട്ട് എന്നെ വെളിപ്പെടുത്തിയ കാര്യമാണ്, ഈ സാത്താന്റെ ഒരു തന്ത്രം എന്ന് പറയുന്നത്, അവൻ പ്രയോജനമില്ലാത്ത, യൂസ്ലെസ് ആയിട്ടുള്ള, ഒട്ടും നമുക്ക് പ്രയോജനം ചെയ്യാത്ത കാര്യത്തെ, അഥവാ ഏറ്റവും ചെറുതായിട്ടുള്ള, ഏറ്റവും പ്രയോജനരഹിതമായ കാര്യത്തെ ഏറ്റവും വലുതായിട്ട് കാണിക്കുക. ആമേൻ. അങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആമേൻ. ഒരു പ്രയോജനം ഇല്ലാത്ത അത്, അങ്ങനെ ചില കാര്യങ്ങളിൽ സാത്താൻ എന്ത് ചെയ്യുന്നറിയോ? നമ്മളെ ഇട്ട് കുഴപ്പിക്കും, എന്നിട്ട് നമ്മളെ ഇട്ട് വിഷമിപ്പിക്കും. അതിനകത്ത് ചിന്തിക്ക പോലും വേണ്ട. കാരണം അവൻ നമുക്ക് അതിനേക്കാൾ സന്തോഷിക്കാൻ 100 കാര്യങ്ങൾ കിടപ്പുണ്ട്. അപ്പോ ഒത്തിരി വിഷയങ്ങൾ ദൈവം നമുക്ക് നന്നായിട്ട് ചെയ്തിട്ടിരിക്കുക ഓൾറെഡി. പക്ഷെ അതിലൊന്നും നമ്മളെ ഫോക്കസ് ചെയ്യിപ്പിക്കാതെ ഒരു ന്യൂനമായ ചെറിയ കാര്യത്തെ പെരുക്കി കാണിക്കുക, വലുതായിട്ട് കാണിക്കുക. അവന്റെ തന്ത്രം തിരിച്ചറിയുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്ന അങ്ങനെയല്ല. ഈ ഭൂമിയിൽ ചെറുതെന്ന് നമ്മളെ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന സാത്താന്റെ ആ തന്ത്രത്തെ തിരിച്ചറിഞ്ഞിട്ട് അവിടേക്ക് നമ്മളെ ശ്രദ്ധ പോകണം. സ്തോത്രം. നമ്മളെ ദൈവികമായ അനുഗ്രഹങ്ങൾ ഓൾറെഡി ദൈവം വെച്ച് കഴിഞ്ഞിരിക്കും, അനുഗ്രഹിച്ചിരിക്കുന്നു. എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം പറയാൻ പറ്റും, തേജസ്സുള്ള ഒരു സഭയായിരിക്കാൻ എന്റെ ദൈവം എന്നെ സ്വർഗത്തിലെ അനുഗ്രഹങ്ങളാൽ അനുഗ്രഹിക്കുമെന്നല്ല, ഒന്ന് തലയിൽ കൈവച്ച് പറയാ, എന്നെ ദൈവം എന്നെ അനുഗ്രഹിച്ചിരിക്കും. നിന്നെ ദൈവം അനുഗ്രഹിക്കും എന്ന് പറയുന്നതും അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറയുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പലപ്പോഴും ഇല്ല എന്ന് വരുത്തി തീർത്ത് ഉള്ളതിനെ മറയ്ക്കുകയാണ് പിശാചിന്റെ പദ്ധതി. എന്നാൽ ഇന്ന് പൽക്കാല ആ തന്ത്രത്തെ നമ്മൾ പൊളിക്കുക യേശുവിന്റെ നാമത്തിൽ. ഇന്ന് രാവിലെയുള്ള പ്രാർത്ഥനയുടെ പ്രത്യേകത, പിശാച് മൂടി വെച്ചതിനെ ഇന്ന് യേശുവിന്റെ നാമത്തിൽ പുറത്തെടുക്കുക. ചില കുടുംബങ്ങളോട് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു, നിന്റെ ലൈഫിൽ ദൈവം വെച്ച പലതും നിന്റെ മനസ്സിലും നിന്റെ കണ്ണിന്റെയും മുമ്പിൽ അവൻ മറച്ചു കളഞ്ഞു. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ഹിതമല്ലാത്ത പല കാര്യങ്ങളിലേക്കും
നിന്റെ ശ്രദ്ധയെ കൊണ്ടുപോയി അവിടെയിട്ട് നിന്നെ ഒതുക്കി നിന്റെ പലവിധ സന്തോഷവും സമാധാനവും അനുഗ്രഹങ്ങളും നീ അനുഭവിക്കാത്ത നിലയിൽ കുരുക്കിയിട്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മ വ്യക്തമാ പറയുന്നു, മോളെ, മോനെ, മാതാവേ, പിതാവേ, സഹോദരിയെ, സഹോദര, നിന്റെ ലൈഫിൽ ദൈവ അനുഗ്രഹം ഓൾറെഡി വന്നിട്ടുണ്ട്. ഇന്ന് പൽക്കാല പരിശുദ്ധാത്മാവ് ചിലരെ നോക്കി പ്രവചിക്കുകയാണ്, നിന്റെ മേൽ ഒരു സ്വർഗീയ അനുഗ്രഹം കിടപ്പുണ്ട്. നീ വിളിക്കപ്പെട്ടവനാണ്, നീ വിളിക്കപ്പെട്ടവളാണ്. എന്നെ ഒന്ന് വിളിക്കണമേ, എന്നെ ഒന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് നിർത്തിയിട്ട് അനുഗ്രഹിച്ചിരിക്കുന്ന ദൈവത്തിനെ നീ സ്തുതിക്കാൻ തുടങ്ങുക, ദൈവത്തിനെ ആരാധിക്കാൻ തുടങ്ങുക. അവന്റെ മുമ്പിൽ ദൈവം ഒന്ന് എൻജോയ് ചെയ്യ, അവനെ ഒന്ന് ആരാധിക്ക, സ്തുതിക്ക. ഹല്ലേലൂയ. പലപ്പോഴും പല വ്യക്തികളുടെയും മുഖം നോക്കുമ്പോ തന്നെ മനസ്സിലാവും, എന്റെ ദൈവമേ, എന്നെ എന്തെങ്കിലും ഒന്ന് അനുഗ്രഹിക്കുവോ, ഇന്നെങ്കിലും ഒന്ന് അനുഗ്രഹിക്കുവോ. ചില ഉപവാസ പ്രാർത്ഥനകളിലൊക്കെ ആമേൻ എന്തൊക്കെയാണ് പ്രാർത്ഥന എന്നറിയാമോ? അയ്യോ കർത്താവേ, ഇന്ന് അനുഗ്രഹിക്കണം, ഇന്നത്തെ ദിവസം എന്റെ അനുഗ്രഹമാകട്ടെ. ഞാൻ പറയട്ടെ, ഇത് തെറ്റിദ്ധാരണയാണ്. പിശാച് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ദൈവം നമ്മെ ഓൾറെഡി അനുഗ്രഹിച്ചിരിക്കുന്നു. ഒന്ന് നെഞ്ചത്ത് കൈവച്ച് പറയാമോ? യേശു എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. സ്വർഗത്തിലെ എല്ലാ അനുഗ്രഹങ്ങളും എന്റെ മേൽ നൽകപ്പെട്ടിരിക്കുന്നു. ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ നമുക്ക് അവിടെ പെട്ടെന്ന് ചിന്തിക്കാം. ഒന്ന് താഴോട്ട് വായിക്കാമോ? 4-ാം വാക്യം. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരിഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ. കണ്ടോ? ഇതൊക്കെ വായിച്ചു കേൾക്കുമ്പോൾ പ്രിയമുള്ളവരെ, നടക്കാൻ പോകുന്ന സംഭവങ്ങളെ കുറിച്ച് അല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചുമല്ല, നടന്ന് കഴിഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. അവിടെ നിന്ന് ആരംഭിക്കണം. അപ്പൊ നമ്മുടെ മനസ്സിൽ ആദ്യം കയറി വരേണ്ടത് നമ്മുടെ ലൈഫിൽ ദൈവം ഓൾറെഡി ചെയ്തു വെച്ചതാണ്. നമ്മിൽ ദൈവം ഓൾറെഡി പ്രവൃത്തി നടത്തി കഴിഞ്ഞു. പൗലോസ് പറയുന്നത്, നിങ്ങളിൽ ഒരു നല്ല പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ. അത് അവിടെ പറയുന്ന ഫിലിപ്പി ലേഖനം 1:4 വാക്യത്തിൽ പറയുന്നത്, നിങ്ങളിൽ ഒരു നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അതിന്റെ അവസാനത്തോടെ പൂർത്തീകരിപ്പാൻ ശക്തനെന്നാണ്. അതിന്റെ അർത്ഥം നല്ലതെല്ലാം ആരംഭം കൊളുത്തി കഴിഞ്ഞു. ഹല്ലേലൂയ. ഒന്ന് ഉറക്കെ പറഞ്ഞാട്ടെ, എന്നിൽ നല്ലൊരു പ്രവൃത്തി ആരംഭിച്ചെങ്കിൽ എന്റെ അപ്പൻ കൈവച്ച് കഴിഞ്ഞാൽ അത് പൂർത്തീകരിക്കാതെ പോകത്തില്ല. നീ തരികടയാണെങ്കിലും ദൈവം തമ്പുരാൻ നിന്നെ കൊണ്ടുവരേണ്ട നിലയിൽ കൊണ്ടുവന്നിരിക്കും. നിനക്കെതിരെ എത്രമാത്രം മന്ത്രങ്ങളും ശുദ്രങ്ങളും ആഭിചാരങ്ങളും പൈശാചിക തന്ത്രങ്ങളും ഉണ്ടെങ്കിലും ഞാൻ ആത്മാവിൽ പ്രവചിക്കട്ടെ, നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് തന്നെയാണ് നീ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിശ്വസിക്കുന്ന ജനം കരങ്ങൾ അടിച്ചാൽപ്പനേരം യേശുവിന് നന്ദി പറയട്ടെ. Amen. I am blessed with the heavenly blessing in the name of Jesus Christ. യേശുവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നീ നിന്നെ കുറിച്ച് തന്നെ ചിന്തിക്കുന്നത്, ഞാൻ ഒന്നിനും കൊള്ളത്തില്ല, എനിക്കൊരു പ്രയോജനം ഇല്ല, എന്നെ ആർക്കും വേണ്ട, ഓ ഞാൻ ത്യജിക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ വെറുക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ ആത്മാവ് സഭയോട് പറയുന്നു, സങ്കീർത്തനത്തിൽ കരയുന്നത് പോലെ കരയാനല്ല, ക്രിസ്തു വെളിപ്പെട്ട് കഴിഞ്ഞു, യേശു ക്രൂശിൽ മരിക്കപ്പെട്ട് കഴിഞ്ഞു, നിന്നെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞു, നിന്നെ അനുഗ്രഹിച്ചു കഴിഞ്ഞു, നിന്റെ മേലുള്ള ദൈവത്തിന്റെ പദ്ധതി തുടങ്ങിക്കഴിഞ്ഞു. അത് തുടങ്ങാനിരിക്കുകയല്ല, ഇസ് ഓൾറെഡി സ്റ്റാർട്ടഡ്. അത് പൂർണ്ണമായി നിന്നിൽ വെളിപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു.
നീ തിരഞ്ഞെടുക്കപ്പെട്ടവളാണ്, നീ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം പറയാൻ സാധിക്കും, ഞാൻ ഒരു ചോസൻ വെസലാണ്. ഒത്തിരി പാത്രങ്ങളുണ്ട് ലോകത്തില്, പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കണ്ടോ, ക്രിസ്തുവിൽ അവൻ നമ്മെ ലോകസ്ഥാപനത്തിനു മുമ്പേ എന്ന് പറഞ്ഞാട്ടെ, അന്ന് നമ്മൾ ജനിച്ചതിന് ശേഷമല്ലേ നമ്മുടെ രൂപവും ഒക്കെ വെളിപ്പെട്ട് വരുന്നത്. എന്നാ ഹല്ലേലൂയ, ഒരു നല്ലൊരു രൂപം കണ്ടിട്ടല്ലേ ആൾക്കാരൊക്കെ നമ്മളെ ഇഷ്ടപ്പെടുന്നത്, അന്നോ അല്ലയോ? ആമേൻ. എന്നാൽ വചനം വ്യക്തമായി പറയുന്നു, നമ്മുടെ രൂപവും ഭാവവും എല്ലാം ഈ ഭൂമിയിൽ വെളിപ്പെടുന്നതിന് മുന്നമേ, ജനിക്കുന്നതിന് മുന്നമേ കർത്താവിന്റെ വചനം പറയും, ലോകസ്ഥാപനത്തിനു മുമ്പേ എന്ന് വെച്ചാൽ ലോകം സ്ഥാപിക്കപ്പെടുന്നതിന് മുമ്പേ. ആമേൻ. ദൈവം കർത്താവിൽ നമ്മളെ എന്ത് ചെയ്തിരിക്കുന്നു? തിരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പൊ നമ്മുടെ കഴിവും മിടുക്കും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല പ്രവൃത്തിയും കണ്ടിട്ടല്ല ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത്. അവിടെ വ്യക്തമാണ്. ഒന്നുകൂടെ വായിച്ച ആ ഭാഗം, വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് ലോകസ്ഥാപനത്തിന് മുന്നേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും. നമ്മള് ഒരു കടയിൽ പോയാൽ അല്ലെങ്കിൽ ഒരു മാളിൽ പോയാൽ എന്തെങ്കിലും നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ, അവിടെ നിന്ന് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ അകത്ത് ആദ്യം ഒരു ലക്ഷ്യം വരും, അല്ലെങ്കിൽ അതിന്റെ ഉപയോഗം എന്താണെന്ന് നമ്മുടെ അകത്ത് ആദ്യം ഉണ്ടായിരിക്കും. അല്ലാതെ ഞാൻ അത് കൊള്ളാം, ഇത് കൊള്ളാം എന്ന് പറഞ്ഞ് കാണുന്നതെല്ലാം വലിച്ചുവാരി നമ്മൾ എടുക്കാറില്ല. ഞാൻ പറഞ്ഞ ശരിയാണോ? ആ കട മൊത്തം നമ്മൾ എടുത്തോണ്ട് പോകാറില്ല. നമ്മുടെ ആ ഒരു കടയ്ക്കകത്ത് കയറിയാൽ, ഒരു ഷോപ്പിനകത്ത് കയറിയാൽ, അതിനകത്ത് നമുക്ക് ആവശ്യമുള്ളത്, ഇത് എൻ്റെ വീട്ടിനകത്ത് പ്രയോജനപ്പെടും, ഈ ഗ്ലാസ് മേടിച്ചാൽ അത് വീട്ടിൽ ചായ കുടിക്കാം, അല്ലെങ്കിൽ ഇന്ന സാധനം മേടിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഭവനത്തിന്, എൻ്റെ അത് ഉപയോഗപ്പെടുത്താം. അപ്പൊ നമ്മൾ എന്തെടുക്കാൻ പോയാലും നമ്മൾ എല്ലാം കൂടെ ഒരുമിച്ചെടുക്കത്തില്ല, എടുക്കുന്നേ ഒരെണ്ണം നമ്മളിങ്ങനെ പിക്ക് ചെയ്യും. അപ്പൊ നമ്മൾ എടുക്കുന്ന അതിന്റെ പിന്നില് എൻ്റെ അകത്ത് ഇത് ഇന്നതിന് വേണ്ടി ഞാൻ ഉപയോഗിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അതിനെ പിക്ക് ചെയ്യുന്നത്. സ്തോത്രം. ഒത്തിരി പാത്രങ്ങൾ ഉള്ളതിൽ നിന്ന് ഒരെണ്ണം നമ്മൾ പൊക്കിയെടുക്കുന്നത് പോലെ കൊണ്ടുവന്ന് അത് നമ്മളെ ഭവനത്തിൽ ഉപയോഗപ്പെടുത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതുപോലെ ദൈവം നമ്മളെ ലോകസ്ഥാപനത്തിനു മുമ്പേ പിക്ക് ചെയ്തു, തിരഞ്ഞെടുത്തു. സ്തോത്രം. നമ്മൾ ക്രിസ്തുവിൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അതാണ് നമുക്ക് ലഭിക്കപ്പെട്ട ഒരു കൃപ എന്ന് പറയുന്നത്. കർത്താവിന്റെ ദാസി ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞായിരുന്നു കൃപയെ കുറിച്ച്. ആ കൃപയാണ് നമ്മുടെ തിരഞ്ഞെടുപ്പിൽ കിടക്കുന്ന വിഷയം. അല്ലാതെ നമ്മുടെ കഴിവോ മിടുക്കോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളോ ഒന്നുമല്ല. ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളുടെ മേലുള്ള ദൈവത്തിന്റെ കൃപയെ നിങ്ങൾ അവഗണിക്കരുത്. അതിനെ വിട്ടിട്ട് നമ്മുടെ ഉപവാസത്തിൽ നമ്മൾ ശ്രദ്ധിക്കല്ലേ. നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ എന്ന് അറിയത്തില്ല. ഉപവാസം വളരെ അന്ത്യതാപരിശീലമാണ്. പക്ഷെ ഉപവാസത്തിന്റെ ശക്തിയല്ല നമ്മുടെ ലൈഫിൽ കാര്യങ്ങൾ ചെയ്തെടുക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ അനുഗ്രഹത്തിന്റെ പിന്നിൽ ഉപവാസമല്ല. അനുഗ്രഹത്തിന് ഉപവാസത്തിന്റെ ആവശ്യമില്ല. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിനൊന്ന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അനുഗ്രഹത്തിന് ഉപവാസത്തിന്റെ ആവശ്യമില്ല. ആമേൻ. സ്തോത്രം. ഈ കാതറിൻ കുൾമാൻ എന്ന് പറയുന്ന ഒരു അഭിഷിക്തയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ സഹോദരി പറയുന്നത് ഇങ്ങനെയാണ്, ഞാന് ഇത്ര മണിക്കൂർ പ്രാർത്ഥിച്ചു എന്നുള്ളതല്ല എൻ്റെ ലൈഫിലെ എൻ്റെ ശുശ്രൂഷയുടെ രഹസ്യം. ഹല്ലേലൂയ. ഞാൻ ഓരോ സമയവും അവന്റെ കൃപയിൽ ഞാൻ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുകയാണ്. അതാണ് എൻ്റെ രഹസ്യം. അപ്പം നമ്മളുണ്ടല്ലോ, നാം ചെയ്യുന്ന പ്രവർത്തികളിൽ അല്ല ആശ്രയിക്കേണ്ടത്, നമ്മുടെ മേലുള്ള ദൈവത്തിന്റെ കൃപയിലാണ് ആശ്രയിക്കേണ്ടത്.
അതുകൊണ്ടാണ് സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. 5-ാം അധ്യായം റോമാലേഖനം 1-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് നാം നിൽക്കുന്ന കൃപയിലേക്ക്. ഒന്ന് വായിക്കാമോ? സ്തുതിക്കുന്നു. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. റോമർക്ക് എഴുതിയ ലേഖനം 5:1. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. കണ്ടോ? നാം നിൽക്കുന്ന സഭയിലേക്കല്ല, നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്തേക്കെന്നല്ല, വേറെ ഒന്നുമല്ല. ദൈവമക്കൾ തിരിച്ചറിയണം, ഞാൻ നിൽക്കുന്ന കൃപ. സ്തോത്രം. ഒന്നുറക്കെ പറഞ്ഞാട്ടെ, ഞാൻ നിൽക്കുന്ന കൃപ. എത്ര പാട്ടുകളാ കൃപയുമായി കണക്ട് ആയി കിടക്കുന്നേ. കൃപയേ കൃപയേ അതിനാ കൃപയാണ്. കൃപയിലാണ് നിൽക്കുന്നത്. നാം കൃപയെ പിടിച്ചോണ്ടല്ല നിൽക്കുന്നേ. സ്തോത്രം പറ. ഒന്ന് ഉറക്കെ പറഞ്ഞ, ഞാൻ കൃപയെ പിടിച്ചോണ്ടല്ല നിൽക്കുന്നത്, കൃപയിലാണ് ഞാൻ നിൽക്കുന്നത്. ഹല്ലേലൂയ. കൃപ ഇല്ലെങ്കിൽ ഞാൻ ഇല്ലെന്ന അതിന്റെ അർത്ഥം. ഹല്ലേലൂയ. ഐ ആം സ്റ്റാൻഡിങ് ഓൺ ഗ്രേസ്, അബണ്ടൻസ് ഓഫ് ഗ്രേസ്. ദൈവത്തിന്റെ സമൃദ്ധിയായ ആ അനുഗ്രഹത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ആ കൃപയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് ഗലാത്യർക്ക് ലേഖനം എഴുതുമ്പോൾ അവിടെ ഒരു രഹസ്യം പൗലോസ് വെളിപ്പെടുത്തുന്നുണ്ട്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം. ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടുപോയി, നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. കണ്ട? അപ്പൊ നമ്മളൊരു കാര്യം കർമ്മം ചെയ്ത് എടുക്കുമ്പോൾ, ആ കർമ്മം ചെയ്താണ് നമ്മൾ ഒരു കാര്യത്തെ നേടുന്നതെങ്കിൽ അവിടെ കൃപയിൽ നിന്ന് വീണുപോയ ആളാണെന്നാ പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം പറ. ഞാൻ നിൽക്കുന്ന കൃപയിൽ. ഞാൻ നിൽക്കുന്നത് എവിടെയാണ്? കൃപയിലാണ്. അപ്പം ഞാൻ ഇനി ഒരു ന്യായപ്രമാണം പൂർത്തീകരിക്കാൻ വേണ്ടി പ്രവർത്തിക്കുമ്പോൾ, എന്ന് വെച്ചാൽ ഞാൻ ഇന്നതൊക്കെ ചെയ്താലേ എനിക്ക് ഈ കാര്യങ്ങളിൽ എനിക്ക് അനുഗ്രഹം ഉണ്ടാകത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു കർമ്മത്തിന്റെ പുറകെ പോവുകയാണ്. സ്തോത്രം. അപ്പൊ നമ്മള് ചെയ്യുന്ന ഒരു കർമ്മമല്ല അവിടെ പ്രധാനം, നമ്മൾ നിൽക്കുന്ന കൃപയാണ് പ്രധാനം. സ്തോത്രം. ഞാനും നിങ്ങൾ നിൽക്കുന്നത് ആ കൃപയിലാണ്. ഒന്നുറക്കെ പറഞ്ഞാട്ടെ, ഞാൻ കൃപയിൽ നിന്ന് വീഴാൻ സമ്മതിക്കത്തില്ല. ഞാൻ എപ്പോഴാണോ എൻ്റെ കർമ്മ പ്രവൃത്തികളിലേക്ക്, എൻ്റെ കഴിവുകളിലേക്ക്, ഞാൻ എൻ്റെ ഹാർഡ് വർക്കിലേക്ക് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്, അപ്പോൾ ഞാൻ കൃപയിൽ നിന്ന് പോയി. അങ്ങനെ പോയി കിടക്കുന്ന ഒത്തിരി പേരുണ്ട് ആത്മഗോളത്തില്. കൃപയിൽ നിന്ന് വീണുപോയിരിക്കുക. സ്തുതിക്കുന്നു. പേര് ചാക്കോച്ചൻ എന്ന, പക്ഷെ കൃപയിൽ നിന്ന് പോയി. സ്തോത്രം പറ. ഹല്ലേലൂയ. പേര് ഫിലിപ്പോസ് എന്ന, പക്ഷെ കൃപയിൽ നിന്ന് പോയി. ആള് കൃപയിലില്ല. എന്താ കാരണം എന്നറിയോ? പ്രവൃത്തിയിലാണ് ആശ്രയിച്ചത്, ദൈവത്തിന്റെ കൃപയിലല്ല ആശ്രയിച്ചത്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് സഭയോട് പറയുന്നത് മനസ്സിലാക്കാൻ. ആമേൻ. നിങ്ങൾ കൃപയിൽ ദൈവം നിങ്ങളെ നിർത്തിയിരിക്കുകയാണ്. ആമേൻ. ദൈവം എന്നെ കൃപയിൽ കൊണ്ടുവന്നിരിക്കുന്നു. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്റ്റേജ് കൃപയാണ്. ഞാൻ ഇപ്പോൾ നിൽക്കുന്ന പീരീഡ് കൃപയാണ്. എന്നെ കർത്താവ് നിർത്തിയിരിക്കുന്ന ആ പാറ കൃപയാണ്. ഞാൻ കൃപയിൽ നിൽക്കുന്ന ആളാണ്. അപ്പൊ ആ കൃപയിൽ ആണ് ഞാൻ നിൽക്കുന്നതെങ്കിൽ അവിടെ എനിക്ക് അഭിമാനിക്കാൻ, അല്ലെങ്കിൽ എനിക്ക് ആമേൻ എന്നെ തന്നെ ഉയർത്താൻ അവിടെ ഒന്നുമില്ല. ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കർത്താവിന്റെ കയ്യിൽ സറണ്ടർ ആകണം.
It's not because of any works in my life, but because of your grace. കർത്താവെ, അങ്ങയുടെ കൃപയൊന്ന് മാത്രം. ഒന്ന് കൈയോർത്ത് യേശുവിന് നന്ദി പറഞ്ഞാട്ടെ. അപ്പൊ കൃപയിൽ നിന്ന് പോകാനിടവരല്ല, വീഴാനിടവരുത്തരുത്. കൃപയിൽ നിന്ന് വീണെന്ന് എങ്ങനെയാ മനസ്സിലാക്കാൻ സാധിക്കുന്നേ? താഴോട്ടൊന്ന് വായിച്ചേ. 5-ാം അധ്യായത്തിന്റെ, ഗലാത്യ ലേഖനത്തിലെ 5-ാം അധ്യായത്തിന്റെ ഇപ്പോൾ വായിച്ച ഭാഗത്തിന്റെ 6-7 വാക്യങ്ങൾ വായിച്ചേ. ക്രിസ്തേശുവിൽ പരിച്ഛേദനയല്ല, അഗ്രചർമ്മവുമല്ല, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം അത്രേ കാര്യം. ഒന്ന് ഉറക്കെ പറഞ്ഞപ്പം, കൃപയിൽ നിന്ന് പോകാതിരിക്കണമെങ്കിൽ ഈ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. ആമേൻ. സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം. ഒന്ന് ഉറക്കെ പറഞ്ഞാട്ടെ. സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം. സ്നേഹം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫെയ്ത്ത്. അപ്പൊ ഫെയ്ത്ത് എവിടെ നിന്ന് വരുമെന്ന് ഈ വചനത്തിൽ കൃത്യമാണ്. ഫെയ്ത്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് എവിടെ നിന്നാണ്? ആമേൻ. ഫെയ്ത്ത് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ആമേൻ ലവ്. ദൈവത്തിന്റെ സ്നേഹത്തിലാണ് ആമേൻ വിശ്വാസം ശുരുവാകുന്നത്. അപ്പം ഇന്ന് പകൽക്കാലം ശ്രദ്ധിക്കണേ പ്രിയമുള്ളവരെ. സ്നേഹം കൊണ്ട് നിറയപ്പെട്ട് കഴിഞ്ഞാൽ വിശ്വാസം കൊണ്ട് നിറയപ്പെടാം. വിശ്വാസം വർദ്ധിക്കാനുള്ള ഒറ്റ വഴിയേ ഉള്ളൂ, സ്നേഹത്തെ കൂട്ടുക. ആമേൻ. എത്ര പേർക്ക് സ്നേഹിക്കാൻ അറിയാം? ആമേൻ. എല്ലാവരും പോയോ? എല്ലാവരും ആമേൻ ഒന്ന് തീർന്നു കിട്ടിയാൽ മതി എന്നിരിക്കുകയാണെന്ന് തോന്നുന്നു. ഹല്ലേലൂയ. എത്ര പേർക്ക് സ്നേഹിക്കാൻ അറിയാം? ആമേൻ. ചിലർക്കാണെങ്കിൽ ആമേൻ സ്കൂളിൽ പഠിക്കുമ്പോൾ സ്നേഹിക്കാൻ അറിയാം, കോളേജിൽ പഠിക്കുമ്പോൾ സ്നേഹിക്കാൻ അറിയാം, ഗേൾ ഫ്രണ്ട്, ബോയ് ഫ്രണ്ട്, അങ്ങനെയുള്ള ലൗകിക സ്നേഹത്തിലാണ് പലരും ഇന്ന് കുടുങ്ങിക്കിടക്കുന്നത്. ആമേൻ. പലർക്കും സ്നേഹിക്കാൻ അറിയാം, അവർക്ക് സ്നേഹമുണ്ട് അകത്ത് നിന്ന്. പക്ഷെ സാത്താൻ എന്താ ചെയ്യുന്നതെന്നറിയാമോ? ഈ സ്നേഹത്തെയും ആമേൻ വാടകയ്ക്ക് എടുക്കുന്നു. ഒന്നുകൂടെ പറഞ്ഞാൽ, ലീഗലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുപോയി സ്നേഹിപ്പിക്കുന്നു. അവന്റെ സ്നേഹത്തെ വശീകരിച്ചെടുക്കുന്നു. സ്തോത്രം. ഈ കാര്യം നിങ്ങൾ തിരിച്ചറിയണം. സ്നേഹം നമ്മൾ മറ്റാർക്കും വിട്ടുകൊടുക്കരുത്. അതുകൊണ്ടാണ് 1 യോഹന്നാന്റെ ലേഖനത്തിൽ പ്രത്യേകിച്ച് എഴുതി വെച്ചിരിക്കുന്നത്, നിങ്ങൾ ലോകത്തെയും ലോകത്തിൽ ഉള്ളതിനെയും സ്നേഹിക്കരുത്. അപ്പോൾ സ്നേഹിക്കരുതാത്ത കാര്യത്തെ സ്നേഹിക്കാനാണ് സാത്താൻ നമ്മളെ ഇട്ട് കറക്കുന്നത്, നമ്മുടെ കണ്ണുകൊണ്ട് കാണിപ്പിക്കുന്നത്. ഇന്ന് തന്നെ എത്ര പേർക്ക് മൊബൈലുമായിട്ട് ആമേൻ സ്നേഹമില്ലെന്ന് പറയാൻ സാധിക്കും? അല്ലല്ലേ? ഭാര്യയെക്കാളും ഇഷ്ടമാണെന്ന് മൊബൈൽ, അല്ലെങ്കിൽ ഭർത്താവിനേക്കാളും ഇഷ്ടമാണ് മൊബൈൽ, മക്കൾക്ക് അപ്പനും അമ്മയെക്കാളും ഇഷ്ടമാണ് മൊബൈൽ. അപ്പൊ മൊബൈലിനോട് ഭയങ്കര പ്രേമമാണെന്ന് അറിയാതെയാണ്, നമുക്കറിയത്തില്ല. കാരണം അതിനകത്ത് അഡിക്റ്റ് ആക്കുകയാണ്. ഭൗതിക പല നന്മകളോട് സ്നേഹം. തിമത്തിയോസിന്റെ ലേഖനത്തില് തിമത്തിയോസിനോട് പൗലോസ് ലേഖനം എഴുതുമ്പോൾ 6-ാം അധ്യായം 10-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. വായിച്ചേ. 1 തിമോഥെയോസ് 6:10. ദ്രവ്യാഗ്രഹം മൂലമല്ലോ ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടകന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനമായി തീർന്നിരിക്കുന്നു. കണ്ടോ? ഇതിൽ ചിലർ കാംക്ഷിച്ചു. അപ്പം എന്തിനെയാണോ സ്നേഹിക്കുന്നത്? അവിടെ എഴുതിയിരിക്കുന്ന ദ്രവ്യാഗ്രഹം എന്നാണ്. ആമേൻ. നമുക്ക് പെട്ടെന്ന് തോന്നുന്നു അതൊരു ഗ്രഹത്തെ കുറിച്ച് പറയുന്ന. ദ്രവ്യാഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ബൈബിളിൽ നിങ്ങൾ വായിച്ചു അറിഞ്ഞാൽ അറിയാം, ലവ് ഓഫ് മണി. ആമേൻ. പൈസയോടുള്ള സ്നേഹം എന്നാണ് അതിന്റെ അർത്ഥം. സ്തോത്രം. വളരെ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പൈസയെ ഇഷ്ടപ്പെടുക, പണത്തെ ഇഷ്ടപ്പെടുക, പണത്തെ ആഗ്രഹിക്കുക.
ആ ഇഷ്ടം നമ്മുടെ അകത്തു പാടില്ല എന്ന് പൗലോസ് പറയുന്നു. കാരണം ആ ഇഷ്ടം നമ്മളിൽ വന്നു കഴിഞ്ഞാൽ, പണത്തെ നാം സ്നേഹിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നറിയോ? അത് കാംക്ഷിച്ചിട്ട് നമ്മൾ പരീക്ഷകളിലും കുടുക്കുകളിലും അകപ്പെടും എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോ നിങ്ങൾ ചില വ്യക്തികളോട് ഞാൻ ദൂതായി പറയുന്നു, നിങ്ങളുടെ തലയിൽ കൈവയ്ക്കാൻ എനിക്ക് ഒക്കത്തില്ല, കാരണം ഞാനിപ്പോൾ ഓൺലൈനിലാണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കുടുങ്ങിക്കിടക്കുന്ന ചില വിഷയങ്ങളുടെ കാരണം മന്ത്രവാദം ചെയ്തതല്ല, ക്ഷുദ്രം ചെയ്ത് നിങ്ങൾ മയക്കിയതല്ല, പണത്തിന്റെ മോഹമാണ്. നിങ്ങളുടെ അകത്ത് പണത്തിന്റെ മോഹം കടന്നു വന്നപ്പോൾ, അല്ലെങ്കിൽ ദ്രവ്യാഗ്രഹം കയറി വന്നപ്പോൾ, പണത്തെ നിങ്ങൾ സ്നേഹിച്ചു പുറകിൽ പോയപ്പോൾ നിങ്ങൾ ചില പരീക്ഷകളിൽ അകപ്പെട്ടു, നിങ്ങൾ ചില കുടുക്കുകളിൽ അകപ്പെട്ടു. ആ കുടുക്ക് നിമിത്തം എന്താ സംഭവിച്ചേ? താഴോട്ടൊന്ന് വായിച്ചേ സിസ്റ്ററെ, ഒന്ന് ഉറക്കെ വായിച്ചു കേൾപ്പിച്ചേ. അത് കാംക്ഷിച്ചിട്ട്, ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസമെന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. കണ്ടോ? എന്തിനാണോ നമ്മളെ ദൈവം വിളിച്ചത് അതിൽ നിന്ന് നമ്മൾ അകന്നുപോയി, അന്യരായി പോയി, അകന്നുപോയി, കൃപ വിട്ടുപോയി, വിശ്വാസത്തിൽ നിന്നും മാറിപ്പോയി. ഞാനും നിങ്ങൾ അങ്ങനെ ആകേണ്ടവരല്ല. നമുക്ക് ഞാന് ഇടയ്ക്ക് ഈ ഫൈനാൻസിനെ കുറിച്ചൊക്കെ പഠിപ്പിക്കാനും അതിനെക്കുറിച്ച് ചിന്തിക്കാനും തുടങ്ങിയപ്പോൾ ഒരു കാര്യം എനിക്ക് ബോധ്യപ്പെട്ടത്, എപ്പോഴാണോ നാം പണത്തെ വെറുക്കുന്നത്, ഒന്നുകൂടെ പറഞ്ഞാൽ പണത്തെ നമ്മൾ ദാസനാക്കി കാണണം, അതിനെ വെറുക്കണം. ഞാൻ അതിനെ വെറുക്കുന്നില്ലെങ്കിൽ ഞാൻ അതിനെ സ്നേഹിക്കുന്നു. വെറുക്കുകയാണെങ്കിൽ ആ പണം എന്റെ ദാസനാവും. ഞാൻ വെറുക്കുന്നില്ലെങ്കിൽ ഞാൻ അതിനെ സ്നേഹിക്കുന്നു. അത് എന്റെ മാസ്റ്ററായി മാറും, എന്റെ സ്വാമിയായിട്ട് മാറും, എന്റെ യജമാനനായിട്ട് മാറും. അത് എന്നെ കൺട്രോൾ ചെയ്യും. നിങ്ങൾക്ക് വല്ലതും പിടികിട്ടുന്നുണ്ടോ? ഒന്ന് പറഞ്ഞാട്ടെ. പണം എന്നെ കൺട്രോൾ ചെയ്യാൻ ഞാൻ അനുവദിക്കത്തില്ല, പണത്തെ ഞാൻ കൺട്രോൾ ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? പണത്തോട് ഞാൻ നിൽക്കാൻ പറയുമ്പോൾ നിൽക്കും, വരാൻ പറയുമ്പോൾ വരും. അത് എൻ്റെ പുറകെ വരുന്ന കാര്യമാണ്. ഞാൻ അതിൻ്റെ പുറകെ പോകത്തില്ല. ഞാൻ വെറുക്കുന്നു. ഞാനിത് പറയുമ്പോൾ എനിക്കറിയാം നിങ്ങളുടെ മനസ്സുകൊണ്ട് എന്നെ ആയിരിക്കും ചിലപ്പോൾ വെറുക്കുന്നത്. പാസ്റ്റർ ഇങ്ങനെ പറയരുത്. നിങ്ങൾ വെറുക്കാൻ തുടങ്ങി നോക്കിക്കേ. ആമേൻ. നിങ്ങൾ വെറുക്കാൻ തുടങ്ങി നോക്കിക്കേ. നിങ്ങളുടെ പുറകെ ഈ പണം നിങ്ങൾ പറയുന്നത് പോലെ അതനുസരിച്ച് വരും. ഹല്ലേലൂയ. അങ്ങനെ ചിലരുടെ പുറകെ പരിശുദ്ധ പിതാവ് ചിലത് ചെയ്യുകയാണ്. ആത്മാവിനാൽ ചിലത് സംഭവിക്കുന്നത് ഞാൻ ആത്മമണ്ഡലത്തിൽ കാണുകയാണ്. ഫൈനാൻസുമായിട്ട് ബന്ധപ്പെട്ട ചില കുടുംബങ്ങളെ പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുന്നത്, അവർ കുടുങ്ങിക്കിടക്കുന്നു, ഫൈനാൻസിന്റെ വിഷയത്തിൽ കുടുങ്ങിക്കിടക്കുന്നു, കുറുകിൽ കിടക്കുന്നു. ഇവിടെ നിന്ന് മറിക്കുന്നു, അവിടെ നിന്ന് മറിക്കുന്നു, പലയിടങ്ങളിൽ നിന്നും പണം ശേഖരിക്കുന്നു പല കാര്യങ്ങൾ നടത്താൻ. അവർക്ക് ആർക്കും കൊടുക്കുവാൻ പറ്റുന്നില്ല, പലയിടത്തും പെട്ടുകിടക്കുന്നു. എന്നാൽ ഇന്ന് ഞാൻ ഈ പറയുന്ന വിഷയത്തിൽ നിങ്ങൾ തീരുമാനമെടുക്കുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ബ്രേക്ക് ത്രൂ നിങ്ങളിൽ സംഭവിക്കും. നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെ ഞാൻ പിന്തുടരും എന്നല്ല. ഞാൻ നന്മയെ പിന്തുടരുമെന്നാണോ വചനം പറയുന്നേ? നമ്മുടെ വേദപുസ്തകത്തിൽ അങ്ങനെ ഒരു വേദപുസ്തകം നമുക്കില്ല. അവിടെ എഴുതിയിരിക്കുന്ന നന്മയും കരുണയും എന്നെ പിന്തുടരും ആയുഷ്കാലമൊക്കെ. എന്നെ പിന്തുടരുന്ന ആരാ? എന്റെ ദാസനാ. ഞാൻ അതിനെ ദാസനാക്കാൻ പോവാ. ഞാൻ അതിനെ ഹേറ്റ് ചെയ്യാൻ പോവാ. ഞാൻ അതിനെ സ്നേഹിക്കുകയല്ല, ഞാൻ അതിനെ വെറുക്കുക. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവ് യേശു പറഞ്ഞു, നിങ്ങൾക്ക് രണ്ട് യജമാനന്മാരെ ഒരു സമയത്ത് സേവിക്കാൻ സാധ്യമല്ല.
നിങ്ങൾ എന്നെയാണ് സേവിക്കുന്നതെങ്കിൽ യജമാനനായി നിങ്ങൾക്ക് പണത്തെ സേവിക്കാൻ ഒക്കത്തില്ല. അത് നിങ്ങളുടെ ദാസനാകണം. ഞാൻ നിങ്ങളുടെ യജമാനനാണെങ്കിൽ പണത്തെ നിങ്ങളുടെ ദാസനാക്കുക. പോയി പുറകെ നിൽക്കാൻ പറയുക. ഹല്ലേലൂയ. അതിനെ മുന്നിൽ സ്ഥാനത്ത് നിന്ന് മാറ്റുക. അതിനു വേണ്ടിയുള്ള നമ്മുടെ ഓട്ടം, അതിനു വേണ്ടിയുള്ള നമ്മുടെ പോക്ക്, യാത്ര, പ്രാർത്ഥന മുടക്കി പണത്തിനു വേണ്ടി ഓടുന്നു. പ്രാർത്ഥന, ആരാധനകളും ഉപവാസ പ്രാർത്ഥനകളും എല്ലാം, വചന ധ്യാനങ്ങൾ, ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങൾ ദൈവത്തെ മുന്നിൽ വെക്കാതെ പണത്തിനു വേണ്ടി ഓടുകയാണ്. പണ്ടൊരിക്കൽ ഒരു സഹോദരി ഓസ്ട്രേലിയയിൽ നിന്ന് സാക്ഷ്യം പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. കൊറോണ സമയത്ത് ആ സഹോദരിക്ക് ഒരു കുഞ്ഞ് ജനിച്ചു. അവൻ ആ കുഞ്ഞിന് കൊറോണയായി. അപ്പൊ കൊറോണ നിമിത്തം ആ കുഞ്ഞിനെ ICUയിൽ വെച്ചിരിക്കുകയാണ്. അപ്പം ഗ്ലാസിനകത്ത് ഇട്ടിരിക്കുക. പുറത്ത് അവർക്ക് അകത്ത് ചെല്ലാൻ ഒക്കത്തില്ല. കുഞ്ഞിനെ ഒന്ന് എടുക്കാനോ സ്പർശിക്കാനോ ഒക്കാത്ത നിലയിലായി. അപ്പൊ നമ്മൾ സ്നേഹിക്കുന്ന, നമുക്ക് പ്രധാനമായി നിൽക്കുന്ന ആ കുഞ്ഞിനെ കാണാനോ അല്ലെങ്കിൽ അതിനെ തൊടാനോ സ്പർശിക്കാനോ കഴിയാത്ത നിലയിൽ ആയപ്പോൾ ഈ മാതാപിതാക്കൾ അവരുടെ ജോലിക്ക് പോകാൻ ഒക്കുന്നില്ല. അവര് 24 hours ജോലിയാ. ആമേൻ. അന്നേരമാണ് ബൈബിള് കയ്യിലെടുക്കുന്നത്, അപ്പനും അമ്മയും ഒന്നിക്കുന്നത്. അന്നേരം അവർ ബൈബിൾ കയ്യിലെടുത്തു. അവർ നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആമേൻ. ഇനി ഇതിനകത്തുണ്ടോന്ന് അറിയത്തില്ല ആ വ്യക്തി. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ് ഫേസ്ബുക്കിൽ കേട്ട സാക്ഷ്യമാണ്. ആ സമയത്ത് ആ സഹോദരി കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഞങ്ങൾ അന്നേരമാണ് വർഷങ്ങൾക്ക് ശേഷം ബൈബിൾ എടുത്ത് വായിക്കാൻ തുടങ്ങിയത്. വർഷങ്ങൾക്ക് ശേഷം യേശുവുമായിട്ടൊന്ന് അടുത്ത് ഇടപഴകുവാൻ എനിക്ക് കിട്ടിയ സമയം അന്നാണ്. അന്നേരമാണ് ഞാൻ ഞങ്ങൾ തിരിച്ചറിയുന്ന എത്ര നാളായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചിട്ട്, എത്ര നാളായി ഞങ്ങൾക്കൊന്ന് മനസ്സ് തുറന്ന് ദൈവത്തോട് സംസാരിച്ചിട്ട്, ഞങ്ങൾ എത്രയോ നാളായി ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നു. എന്നും രാവിലെ എഴുന്നേൽക്കുന്നു, ജോലിക്കെന്ന് പറഞ്ഞ് ഇറങ്ങുന്നു, പെട്ടെന്ന് ധൃതിയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ സമയമില്ല. എന്നാൽ കുഞ്ഞിന് കൊറോണയായപ്പോൾ അവർക്ക് ജോലിയോ അതോ ഒന്നും അല്ല വിഷയം. ഞങ്ങളുടെ കുഞ്ഞിനെ പുറത്തു വരണം. സഹോദരങ്ങളെ, ഇന്നും നിങ്ങളായിരിക്കുന്ന വിഷയങ്ങളുടെ മധ്യത്തില് ദൈവത്തിന്റെ ആഗ്രഹം ഇത് തന്നെയാണ്. ഇവൻ ഇന്ന് എൻ്റെ അടുക്കൽ വരും. ഈ വിഷയ നിമിത്തം അവൻ എന്നെ ആവശ്യം വരും, എന്നെ വിളിക്കും, എൻ്റെ അടുക്ക വരും, പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. ദൈവം കൊതിക്കുകയാണ്. ദൈവം ഇതൊന്നും അറിയാതെ പൊട്ടനെ പോലെ ഇരിക്കുന്നതല്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമ്മുടെ ദൈവം നമ്മളെ അറിയാതിരിക്കുകയാണെന്ന്? ആമേൻ. നീ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും ഞാൻ അറിയുന്നു. എന്നെ വിട്ട് നിങ്ങൾക്ക് എവിടെ പോവാൻ സാധിക്കും? സഹോദരങ്ങളെ, നിങ്ങളുടെ വേദന, ദുഃഖം, നെടുവീർപ്പ് ഇതെല്ലാം ദൈവത്തിന് അറിയാം. പക്ഷേ ദൈവം വെയിറ്റ് ചെയ്യുകയാണ് ഒന്ന് സംസാരിക്കാൻ. ആദാമും ഹവ്വയെയും ദൈവം വിളിച്ചു, ആദാമേ നീ എവിടെ? എനിക്ക് നിന്നോട് ഇടപെടണം. ഈ ലോകത്തിൽ വേറെ ആരുമില്ല. ദൈവം അവരെ ഇടപെടാൻ വരിക, ദൈവം അവരോട് സംസാരിക്കാൻ വരിക. എന്തിനാ അതിന്റെ ആവശ്യം? ദൈവത്തിന്റെ സ്വഭാവം അതാണ്. ദൈവം ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ പിതാവ് നമ്മോട് സംസാരിക്കാൻ നമ്മോട് കൂടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മോട് ചില രഹസ്യങ്ങൾ തുറക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് പകലിൽ ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. ചില ദൂതുകൾ നിന്റെ കയ്യിൽ ദൈവം ഏൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. രാജ്യങ്ങൾക്ക് വേണ്ടി, പട്ടണങ്ങൾക്ക് വേണ്ടി ദൈവം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ലോക സ്ഥാപനത്തിന് മുമ്പേ നിന്റെ മേലുള്ള തിരഞ്ഞെടുപ്പിനെ നീ തിരിച്ചറിയുക. നീ അവിടെ ഇവിടെ നടന്ന് സമയം വെറുതെ ചിലവഴിച്ച് വേണ്ടാത്ത കാര്യങ്ങളിൽ സമയങ്ങളെ കൊടുത്ത് നീ ഇങ്ങനെ സമയം കളഞ്ഞ് തകർക്കുന്നത് നിർത്തുക. ദൈവം നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ. Come to your calling. നിന്നെ വിളിച്ച് വിളിയിലേക്ക് നീ വരിക. എത്ര പേർ ഇതിനകത്തിരിപ്പുണ്ട്? ഓ കർത്താവേ, ഞാൻ അങ്ങേ വിളിച്ചല്ലോ, അങ്ങനെ വിളിച്ചതല്ലേ, ഞാൻ അങ്ങയുടെ വിളിയിലേക്ക് ഞാൻ വരികയാണ്. ആ വിളിയിലെ തിരഞ്ഞെടുപ്പിലെ ആ പദ്ധതിയിലേക്ക് ഞാൻ എന്നെ വിട്ടുതരികയാണ്. സ്തോത്രം. ഹല്ലേലൂയ.
നമുക്കറിയാം തെരഞ്ഞെടുപ്പിന്റെ പിന്നിലുള്ള ദൈവത്തിന്റെ പദ്ധതി എന്താണ്? എന്തിനാണ് ദൈവം തെരഞ്ഞെടുത്തത്? വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന്. കണ്ടോ, നമ്മുടെ മേലുള്ള ദൈവത്തിന്റെ വിളി എന്താണ്? നാം വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന്. അതിന്റെ അർത്ഥം നമ്മളിൽ പാപമില്ലാത്തവരായി, അശുദ്ധിയില്ലാത്തവരായി, നമ്മളിൽ ഒരു കളങ്കവുമില്ലാത്തവരായി നമ്മെ ദൈവം ആയിരിക്കാൻ വേണ്ടിയാണ് തിരഞ്ഞെടുത്തത്. നമ്മളെ നോക്കുമ്പോൾ ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കാൻ കഴിയണം. കാനാവിലെ കല്യാണ വീട്ടിൽ യേശുക്രിസ്തു ഇരിക്കുകയാണ്. അവിടെ എല്ലാവരും വീഞ്ഞു കുടിച്ച് അവസാനം എല്ലാം തീർന്നു. ഒത്തിരി പേർക്ക് കിട്ടിയില്ല. അപ്പൊ ദുഃഖത്തോടെ ആ മറിയം വന്നിട്ട് പറയുകയാണ്, നിനക്ക് എന്തെങ്കിലും കഴിയുമെങ്കിൽ ചെയ്യണം. ആമേൻ. അദ്ദേഹം പറഞ്ഞു, യേശു പറഞ്ഞു, എനിക്ക് എന്റെ സമയം ഇതുവരെ വന്നിട്ടില്ല. ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഇന്നും ചിലരോട് പറയുന്നു, ചിലപ്പോൾ നിന്റെ സമയത്തിന് വേണ്ടി നീ പലതും ചെയ്തിട്ടുണ്ടാവും, ഇപ്പൊ എനിക്ക് കിട്ടണമെന്നൊക്കെ പറഞ്ഞോണ്ട്. അപ്പോ കിട്ടിയിട്ടില്ലായിരിക്കാം. പക്ഷേ ദൈവത്തിന്റെ സമയം വരുന്നു എന്ന് ആത്മാവ് പറയുന്നു. ദൈവത്തിന്റെ സമയം ചില കുടുംബങ്ങൾക്കകത്ത് അടുത്തു വന്നിരിക്കുന്നു. കൈറോസ്, ചില കുടുംബങ്ങളിൽ കൈറോസ് വെളിപ്പെടുന്നു. യെസ്, ഫേബ ജോൺ, പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, നീ ഒത്തിരി വിഷയങ്ങൾക്ക് വേണ്ടി നീ കാത്തിരുന്ന് മടിച്ചതുപോലെ ആയിരിക്കുന്ന ഒരവസ്ഥയാണ്. ഇനി എന്നാണ്, ഇനി എപ്പോഴാണ് എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥ. എന്നാൽ ആത്മാവ് നിന്നോട് പറയുന്നു, നീ കൈറോസിനോട് അടുത്തിരിക്കുകയാണ്. കൈറോസ് എന്ന് പറഞ്ഞാൽ ഗോഡ്സ് ടൈം. കൈറോസ് വെളിപ്പെട്ടപ്പോൾ യേശു ആ 6 കൽപാത്രങ്ങളെ നോക്കുകയാണ്. 6 കൽപാത്രം ശുദ്ധീകരിക്കപ്പെട്ട പാത്രമാണ്. ക്ലീൻഡ് വെസൽ. അവിടെ ഇഷ്ടംപോലെ പാത്രങ്ങളുണ്ട്. അതിലേക്കൊന്നും കർത്താവിന്റെ ശ്രദ്ധ പോയില്ല. ക്ലീൻ ചെയ്ത് ശുദ്ധീകരിച്ചു വെച്ചിരിക്കുന്ന 6 കൽപാത്രത്തിലേക്ക് യേശുവിന്റെ ശ്രദ്ധ പോയി. എന്ന് വച്ചാൽ ഇന്ന് പകലിലും ശുദ്ധീകരിക്കപ്പെട്ടവനെയാണ് കർത്താവ് എടുത്ത് ഉപയോഗിക്കാൻ പോകുന്നത്. ശുദ്ധീകരിക്കപ്പെട്ടവനെയാണ് കർത്താവ് ഉപയോഗിക്കാൻ പോകുന്നത്. അതിന്റെ അർത്ഥം ഒരു ക്ലീൻഡ് വെസൽ ദൈവത്തിന് വേണം. പട്ടണത്തിൽ കർത്താവിനെ ഉപയോഗിക്കാൻ ഒരു ക്ലീൻഡ് വെസൽ വേണം. കർത്താവിന്റെ നാമം മഹത്വപ്പെടുത്താൻ, ഈ ലോകത്തിൽ വെളിച്ചമാക്കാൻ ദൈവത്തിനൊരു ക്ലീൻഡ് വെസൽ വേണം. എത്ര പേർ പറയും, കർത്താവേ, ഞാനൊരു തേജസ്സുള്ള ഒരു വിശുദ്ധ പാത്രമായി തീരുവാൻ എന്നെ ഇതാ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഏൽപ്പിക്കാൻ തയ്യാറായാൽ, സഹോദര, മാതാവേ, പിതാവേ, നീ പഴയതുപോലെ കുത്തിയിരിക്കത്തില്ല. നീ ഉപയോഗിക്കപ്പെടും. നീ ഒരിടത്ത് കിടന്ന് തുരുമ്പിച്ചു പോകത്തില്ല. നീ പ്രയോജനമുള്ള ഒരു ആയുധമായി പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിൽ ഉപയോഗിക്കപ്പെടുമെന്ന് പരിശുദ്ധാത്മാവ് നിന്നോട് ദൂത് പറയുന്നു. സംതിങ് ഈസ് ക്ലോസിംഗ് ടു ദ ടൈം ഓഫ് ഗാഡ്. ദൈവത്തിന്റെ സമയത്തിലേക്ക് ഇതിനകത്ത് ചിലർ അടുത്തു വരികയാണ്. നീ ഉപയോഗിക്കപ്പെടാൻ സമയമായി, നിന്റെ ടൈമായെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. നിന്നെ കയ്യിലെടുക്കുന്ന സമയം അടുത്തിരിക്കുന്നു. ഞാനിത് പറയുമ്പോൾ ഒരു വ്യക്തിയോടല്ല, ഇതിനകത്തിരിക്കുന്ന ഒത്തിരി വ്യക്തികളോട് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. നിന്നെ കയ്യിലെടുക്കാൻ സമയമായി. നീ അവിടെ ഇവിടെയും കറങ്ങി നടക്കുന്നത് നിർത്തുക. നിന്റെ സമയം വെറുതെ അനാവശ്യമായ കാര്യങ്ങളിലേക്ക് നിന്റെ ഫോക്കസ് പോകുന്നത് സ്റ്റോപ്പ് ചെയ്യുക. ആമേ, ലവ് ഓഫ് മണി ക്യാൻസൽ ചെയ്യുക. ലവ് ഓഫ് ദ വേൾഡ് ക്യാൻസൽ ചെയ്യുക. ഈ ലോകത്തെ മുഴുവനും സ്നേഹിച്ച് ഈ ലോകത്തിന്റെ പുറകിൽ പല തന്മകളെയും കാണിച്ച് നിന്നെ കൊണ്ട് നടക്കുന്ന ആ സാത്താന്റെ പദ്ധതികളെ പൊളിച്ചിട്ട് ദൈവത്തിനെ സ്നേഹിക്കാനായി തുടങ്ങുക. ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുക, പ്രാർത്ഥിക്കാൻ തുടങ്ങുക. നിന്നെ തന്നെ വിശുദ്ധീകരിച്ച് ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് കയറ്റുക. നീ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. നീ തിരഞ്ഞെടുക്കപ്പെട്ടവളാണ്. നീ വിശുദ്ധയും നിഷ്കളങ്കയുമാകുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ,
1 പത്രോസിന്റെ ലേഖനം 2:9 നമുക്ക് എല്ലാവർക്കും അറിയാനുള്ള വാക്യമാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? സ്തുതിക്കുന്ന കർത്താവേ. പെട്ടെന്ന് വായിക്കാം, പെട്ടെന്ന്. സ്തുതിക്കുന്നു. ശംദാരാബാല. 1 പത്രോസ് 2:9. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ പോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. ഒന്നുറക്കെ പറഞ്ഞാട്ടെ. അപ്പൊ ഞാൻ ആരാ? ആമേൻ. തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയാണ്. എന്തിനാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്? അവിടെ പറയുന്നു, ദൈവത്തിന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. സ്തുതിക്കുന്നു. അപ്പൊ എന്റെ മേലുള്ള കോളിംഗ് എന്താണ്? സൽഗുണങ്ങളെ ഘോഷിക്കുക. സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ദൈവം നമ്മെ വിളിച്ചത് ആമേൻ സൽഗുണങ്ങളെ ഘോഷിക്കാനാണ്. ആമേൻ. എന്തായിട്ടാ വിളിച്ചിരിക്കുന്നേ? വിശുദ്ധ പ്രജയായിരിക്കാനാണ്, പുരോഹിത വർഗമായിരിക്കാൻ, രാജകീയ വർഗമായിരിക്കാൻ. അപ്പൊ ഇതെല്ലാം ഒന്നിച്ച് പുതിയ നിയമ സഭയ്ക്ക് കയറിയപ്പോൾ നിങ്ങൾ ഒരു കരിഞ്ഞ അല്ലെങ്കിൽ കരി പിടിച്ച ഒന്നും കൊള്ളാത്ത ഒരവസ്ഥയിലല്ല, അവിടെ തേജസ്സാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്, അല്ലെ? ആ തിരഞ്ഞെടുപ്പിനകത്തൊരു തേജസ് കിടക്കുക. എന്താ? പുരോഹിതന്റെ ഒരു കുടുംബത്തിലെ അല്ലെങ്കിൽ ഒരു പരമ്പരയിലേക്ക് കർത്താവ് നിന്നെ കയറ്റി. ഒന്ന് ഉറക്കെ പറഞ്ഞ, ഞാൻ പുരോഹിത കുടുംബം എന്നൊന്ന് പറഞ്ഞാട്ടെ. പുരോഹിത, നിങ്ങൾക്കറിയാമോ പഴയ നിയമത്തിലെ ഈ പ്രീസ്റ്റ്ലി അനോയിന്റിങ് ഉണ്ട്, റോയൽ അനോയിന്റിങ് ഉണ്ട്, കിങ്ലി അനോയിന്റിങ്. സ്തോത്രം. അതിന് പറയുന്ന റോയൽ അനോയിന്റിങ്. അപ്പൊ രാജകീയ അഭിഷേകവുമുണ്ട്, പുരോഹിത അഭിഷേകമുണ്ട്. ചുമ്മാതെ ഒന്നും പുരോഹിതനാകാൻ ഒക്കത്തില്ല, ചുമ്മാതെ ഒന്നും ഒരു രാജാവാകാൻ ഒക്കത്തില്ല. അതിനു വേണ്ടിയുള്ള ഒരു അഭിഷേകമുണ്ട്. അപ്പൊ ഇവിടെ നമ്മുടെ തിരഞ്ഞെടുപ്പിൽ നമ്മുടെ മേൽ ഒരു അനോയിന്റിങ് കിടക്കുന്നെന്ന് അതിന്റെ അർത്ഥം. സ്തുതിക്കുന്നു. ഒന്നുറക്കെ പറഞ്ഞാട്ടെ. ദൈവം എന്നെ തിരഞ്ഞെടുത്തപ്പോൾ തന്നെ എന്നെ അഭിഷേകവും ചെയ്തിരിക്കുന്നു. ഞാനിത് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? യിരെമ്യാവ് വിശ്വസിച്ചില്ല. യിരെമ്യാവ് ബാലനാന്ന് പറയുകയാണ്. യിരെമ്യാവിനോട് പറയുന്നു, നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാവുന്നതിനു മുമ്പേ ഞാൻ നിന്നെ കണ്ടിരിക്കുന്നു, മെനഞ്ഞിരിക്കുന്നു, പിന്നെ നിന്നെ ഞാൻ അഭിഷേകം ചെയ്തിരിക്കുന്നു. അങ്ങനെ ഒരു അഭിഷേകം ചെയ്യാൻ പറ്റുമോ ദൈവത്തിന്? അവൻ പോലും. അങ്ങനെയെങ്കിൽ ഇതിനകത്ത് ചിലരോടുള്ള ദൂതാണ്, നീ അറിയാതെ തന്നെ നിന്നിൽ മറഞ്ഞിരിക്കുന്ന ഒരു അഭിഷേകത്തെ പരിശുദ്ധാത്മാവ് ദിവസങ്ങളിൽ പുറത്തെടുക്കാൻ പോവാം. ശംധമാന. തിരഞ്ഞെടുപ്പിൽ ബന്ധപ്പെട്ട് ദൈവം ഒരു അഭിഷേകം ഇട്ടിട്ടുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ കരമടിച്ച് അല്പനേരം യേശുവിന് നന്ദി പറയാമോ? നന്ദി പറയാമോ? എന്റെ തിരഞ്ഞെടുപ്പിൽ എന്റെ മേലൊരു അഭിഷേകമുണ്ട്. ഉഡാമാന ശംധമാന കൗശാഖാതാലബ. ചുമ്മാതെ ഒരു തെരഞ്ഞെടുപ്പല്ല. തിരഞ്ഞെടുത്ത് വെറുതെ വച്ചിരിക്കുകയല്ല. തിരഞ്ഞെടുത്തവന്റെ മേൽ ഒരു അഭിഷേകമുണ്ട്. പ്രൈസ് ദി ലോർഡ്. യിശായിയുടെ വീട്ടിലേക്ക് ശമൂവേൽ വെറുതെയല്ല വന്നത്. ഒരാളെ ദൈവം കണ്ടിരിക്കുക അവിടെ. പക്ഷെ ശമൂവേലിന് അത് മറഞ്ഞിരിക്കുക. സ്തോത്രം. ദൈവം കണ്ടുവച്ചിരിക്കുന്ന ചിലതൊക്കെ ചില സമയങ്ങളിൽ വെളിപ്പെട്ട് വരത്തില്ല കേട്ടോ, എത്ര വലിയ പ്രവാചകനായാലും. അതുകൊണ്ട് പ്രവാചകനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എടാ, നിനക്ക് ഇത്ര വലിയ പ്രവചനമൊക്കെ ഉണ്ടല്ലോ, ഈ 8 പേരിൽ ആരാണെന്ന് ഇതുവരെ നിനക്ക് കണ്ടു? ഓരോരുത്തരെ പിടിച്ചു നിർത്തി എന്തിനാ ഇങ്ങനെ സ്കാൻ ചെയ്യുന്നേ? എല്ലാം ഒന്നും വെളിപ്പെട്ട് കിട്ടത്തില്ല. ചിലത് മറച്ചു വെക്കും, അത് സമയത്ത് വെളിപ്പെട്ട് വരും. ചിലരോടുള്ള ദൂതാണ്, കർത്താവെ എന്നോട് ഇടപെടണേ, എന്റെ കാര്യങ്ങളൊന്നും എല്ലാം ഒന്നും വെളിപ്പെടത്തില്ല. യോസഫിനോട് എല്ലാം വെളിപ്പെട്ടായിരുന്നോ? യോസഫിനോട് ദൈവം ദർശനത്തിൽ അല്ലെങ്കിൽ സ്വപ്നത്തിൽ കാണിച്ചത് എന്താണ്?
സിംഹാസനത്തിൽ ഇരിക്കുന്ന കാര്യമല്ലേ കാണിക്കുന്നത്. ആ ഒരു ഉയർച്ച മാത്രമേ കാണിച്ചുള്ളൂ. പക്ഷെ തനിക്ക് പോകേണ്ടതായ ആ സ്വന്തം സഹോദരന്മാരെടുത്ത് അവന്റെ ഉടുപ്പും വലിച്ച് ഊരി അവനെ എടുത്ത് പൊട്ടക്കിണറ്റിൽ ഇടുന്ന ദർശനം കണ്ടായിരുന്നോ? ഇല്ല. ആരെങ്കിലും പറഞ്ഞായിരുന്നോ? ഇല്ല. പോത്തിഫേറിന്റെ വീട്ടിൽ ആ സ്ത്രീ അവനെ കയറി പിടിക്കുന്നത്, അവൻ ആ വസ്ത്രം വിട്ടിട്ട് ഒറ്റ പോക്ക. ഇതാരെങ്കിലും പറഞ്ഞു കൊടുത്തായിരുന്നു? എടാ നീ സൂക്ഷിക്കണം, ഇന്ന വിഷയങ്ങളുണ്ട്, പറഞ്ഞു കൊടുത്തായിരുന്നോ? ഇല്ല. ആരും പറയാത്ത ചില വിഷയങ്ങൾ നീ ഫേസ് ചെയ്യും. ഒരു പ്രവാചകനും വെളിപ്പെടാത്ത ചില വിഷയങ്ങളിലൂടെ നീ കടന്നു പോകേണ്ടി വരും. അപ്പോൾ നീ തന്നെ അതിനകത്ത് വെളിപ്പാടോടെ നിന്നോണം. അതാണ് അവിടുത്തെ രഹസ്യം. നിന്നെ തെരഞ്ഞെടുത്തത് എന്തിനാണെന്ന് നിനക്കകത്ത് ഒരു ബോധമുണ്ടെങ്കിൽ അതിന്റെ മേലുള്ള അഭിഷേകം നിന്റെ മേൽ വർക്ക് ചെയ്യപ്പെടും, ആക്ടിവേറ്റ് ആകും. ശഖര, നീ തെരഞ്ഞെടുത്തത് എന്തിനാണെന്നൊരു ബോധം നിന്റെ അകത്തുണ്ടെങ്കിൽ ഞാൻ ഉറപ്പു തരാം, നിന്റെ മേൽ ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു അഭിഷേകമുണ്ട്. ആ അഭിഷേകം അവിടെയൊക്കെ നിന്നെ നേരോടെ നിവർത്തി നിർത്തും. യോസേഫിന്റെ ലൈഫിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ താൻ ഒരിക്കലും കേൾക്കാത്തത്, ഒരിക്കലും കാണാത്തത്, ഒരിക്കലും ചിന്തിക്കാത്ത ചിലതൊക്കെ തനിക്ക് നേരിടേണ്ടി വന്നു. എന്നോട് പരിശുദ്ധാത്മ പറയുന്നു, ഇതിനകത്തും അങ്ങനെ ചിലർ ഫേസ് ചെയ്യുന്നുണ്ട്. ആമേൻ. നേഴ്സുമാരുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. ആമേൻ. നിങ്ങൾ ജോലി ചെയ്യുന്ന നിങ്ങളുടെ ആ സ്ഥാപനത്തിനകത്ത് നിങ്ങൾക്കെതിരെ നിൽക്കുന്ന ചില വിഷയങ്ങൾ നിമിത്തം നിങ്ങൾ വേദനിക്കപ്പെട്ട്, നിങ്ങൾ ദുഃഖിക്കപ്പെട്ട്, ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ നിങ്ങളെ കുരുക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ കർത്താവ് ഇന്ന് പകൽക്കാലം അവധി വെച്ച സമയത്തിലേക്ക് എത്തുന്നതായി ആത്മാവ് നിന്നോട് പറയുന്നു. നിന്റെ സമയം അടുത്തിരിക്കുന്നു. സ്തുതിക്കുന്നു. ഞങ്ങളുടെ ചർച്ചിലെ ഒരു സഹോദരന്റെ സാക്ഷ്യം കഴിഞ്ഞ സൺഡേയില് അദ്ദേഹം പറഞ്ഞായിരുന്നു. അദ്ദേഹം ഇവിടെയുള്ള ഒരു ഗവൺമെന്റിലെ ഉദ്യോഗസ്ഥനാണ്. എന്നാൽ ആ മനുഷ്യനെ 3 മാസത്തോളം തനിക്ക് കിട്ടേണ്ട പ്രൊമോഷനെ ഒരു മനുഷ്യൻ ഇടപെട്ടിട്ട് ബ്ലോക്ക് ചെയ്തു വെച്ചു. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് കിട്ടിയതായ VIP ഡ്യൂട്ടി അദ്ദേഹത്തിന് കൊടുക്കാതെ, അദ്ദേഹം ഈ വേസ്റ്റ് ഒക്കെ കൊണ്ടുപോകുന്ന വണ്ടി ഓടിച്ചുകൊണ്ട് നടന്ന മനുഷ്യനായിരുന്നു. അതിനകത്ത് നിന്നും അദ്ദേഹത്തിനൊരു പ്രൊമോഷൻ VIP ഡ്യൂട്ടിയിലേക്ക്. പക്ഷേ ഈ സ്ഥലത്ത് നിന്നും അവിടേക്ക് അയക്കാൻ ഒരു മനുഷ്യന് താല്പര്യമില്ല. അവന്റെ പിന്നിൽ പൈശാചിക ശക്തിയുണ്ട്. പക്ഷേ ഒത്തിരി തടഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥിച്ചിട്ടും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ഞാൻ അദ്ദേഹത്തിന്റെ പാസ്റ്റർ അല്ലേ, എനിക്കും പ്രയാസം തോന്നത്തില്ലേ? ഇപ്പൊ 1 മാസമായി, 2 മാസമായി. പ്രിയമുള്ളവരെ, ഒരു സമയം ഒരുപക്ഷെ നീ വേദനിക്കേണ്ടി വരും. ചിലത് മണിക്കൂറുകൾ അല്ലെങ്കിൽ ദിവസങ്ങൾ, മാസങ്ങൾ ചിലപ്പോൾ എടുത്തേക്കാം. പക്ഷെ സംഭവിച്ചത് എന്താണെന്നറിയുമോ? ദൈവം അവിടെ ഇറങ്ങി വന്ന് ഇടപെട്ടു. ഒരു ടൈമിലേക്ക് ഇറങ്ങി വന്നു. ഏതോ ഒരു ഇദ്ദേഹത്തെ അറിയാത്ത ഒരു പ്രധാനപ്പെട്ട ഒരു നേതാവ്, ഇവരുടെക്ക് മുകളിലുള്ള ഒരു മനുഷ്യൻ ഡയറക്റ്റ് ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, ഈ മനുഷ്യനെ പെട്ടെന്ന് VIP ഡ്യൂട്ടിയിലേക്ക് വിടാൻ പറഞ്ഞു. അദ്ദേഹം പോലും അതിശയിച്ചു പോയി. ഞാനിത് പറയുമ്പോൾ ചിലർക്ക് വേണ്ടിയുള്ള ഒരു ദൂതും കൂടിയാ. നിന്റെ പ്രൊമോഷനുകൾ തടച്ചു വെക്കാൻ എത്ര ശക്തികൾ ഒന്നിച്ചു നിന്നാലും, അങ്ങനെ ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള ദൂതാണ്. ആ ബ്ലോക്കുകൾ ഇന്ന് പകലിൽ യേശുവിന്റെ നാമത്തിൽ എടുത്തു മാറ്റുന്നു. ഒറ്റ നിമിഷം കൊണ്ടാണ് അദ്ദേഹം തന്റെ യൂണിഫോം മാറിയത്. അത് ദർശനത്തിൽ കണ്ട കാര്യമാണ്. അത് വെളിപ്പാടിൽ കണ്ട് അദ്ദേഹത്തോട് ഷെയർ ചെയ്യുകയും ചെയ്തു. ആമേൻ. അതുപോലെ തന്നെ അദ്ദേഹം തൊപ്പിയും വെച്ച് യൂണിഫോം ഇട്ട് കഴിഞ്ഞ ദിവസം ഒരു ഫോട്ടോ ഇട്ടിരുന്നു. ദേവദാസനെ, ദൈവം ആത്മാവ് പറയുന്നത് ഒരിക്കലും ആമേൻ അത് വെറുതെ പോകത്തില്ല.
ഹല്ലേലൂയ. അദ്ദേഹം സന്തോഷത്തോടു കൂടെ ഒരു പ്രധാനപ്പെട്ട BJP-യുടെ അധ്യക്ഷയായിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മേഡം, അദ്ദേഹത്തിന്റെ പുതിയ ഒരു വാഹനം, ആ വാഹനത്തെ ഓടിക്കാൻ ആമേൻ അദ്ദേഹത്തെ സെലക്ഷൻ ചെയ്തു. സ്തോത്രം പറ. അദ്ദേഹത്തിന് വേണ്ടി പുതിയ വാഹനം, അദ്ദേഹത്തിന് വേണ്ടി ഒരു പുതിയ സ്ഥലം, അദ്ദേഹത്തിന് വേണ്ടി ഒരു പൊസിഷൻ സ്വർഗത്തിലെ ദൈവം മാറ്റിവെച്ചു. നീ വെയിറ്റ് ചെയ്യുന്നത്, അദ്ദേഹം പറഞ്ഞു, തനിക്ക് കീഴിലുള്ള ഒത്തിരി പേര് തന്നെ കണ്ടിട്ട് ചിരിക്കുമായിരുന്നു. ആമേൻ, നീ എത്ര ശ്രമിച്ചാലും നീ ഇവിടെ കിടക്കത്തേ ഉള്ളൂ. എന്നാൽ അവരുടെയൊക്കെ മുന്നിൽ കൂടെ ഈ വാഹനവുമായിട്ട് പോകുമ്പോൾ അവർ സല്യൂട്ട് ചെയ്യാണ്. പരിശുദ്ധാത്മാ പറയുന്നു, നിന്നെ അപമാനിച്ചവരുടെ മുമ്പിൽ ദൈവം നിന്നെ തല ഉയർത്തി നിർത്താൻ പോവാ, നിന്നെ സല്യൂട്ട് ചെയ്യാൻ പോവാ. ശംധാനബ മൊർദെഖായിയെ നിന്നെ മാനിക്കാൻ പോവുക. ഹാമാൻ ഒത്തിരി ആമേൻ നിലനിൽക്കത്തില്ല. ഹാമാന്യ ശക്തികൾ ഒത്തിരി നേരം വിലപോകത്തില്ല. അവനെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സമയം വരുന്നു. അവന്റെ ശക്തികളൊക്കെയും ക്ഷയിച്ചു പോകുന്ന സമയം വരുന്നു. നീ വിശ്വസിക്കുക, നിന്റെ മേൽ ഒരു അഭിഷേകമുണ്ട്. നിന്റെ തിരഞ്ഞെടുപ്പിൽ ഒരു അഭിഷേകം കിടപ്പുണ്ട്. ഒരുപക്ഷെ ഒരു അഭിഷിക്തനും അല്ലെങ്കിൽ ഒരു പാസ്റ്റർ, ഒരു പുരോഹിതനോ നിന്റെ തലയിൽ കൈവച്ച് കാണത്തില്ലായിരിക്കാം, നിന്നെ നോക്കി പ്രവചിച്ചിട്ടില്ലായിരിക്കാം. പക്ഷെ ആത്മാവ് വ്യക്തമായി ഓർമ്മപ്പെടുത്തുന്നു, ഇത് സ്വർഗത്തിലെ അനുഗ്രഹം നിന്റെ മേൽ വന്നിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് നിന്റെ മേൽ കിടപ്പുണ്ട്. ആ തിരഞ്ഞെടുപ്പോട് കൂടെ ദൈവത്തിന്റെ പദ്ധതി പ്രകാരം നിന്റെ മേൽ ഒരു അഭിഷേകമുണ്ട്. ആ അഭിഷേകത്തിന്റെ പ്രത്യേകത, ഈ അഭിഷേകം ആമേൻ നിന്റെ ലൈഫിനെ എല്ലായിടത്തും ഹല്ലേലൂയ ആക്ടിവേറ്റ് ചെയ്ത് നിന്നെ ജയോത്സവമായിട്ട് നിർത്തും. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. തെരഞ്ഞെടുക്കപ്പെട്ടവൻ ഹല്ലേലൂയ. അവൻ ഈ ശൗലിനെ കൊണ്ടുപോയി സ്വർഗത്തിലെ അഭിഷേകം ചെയ്തു. ദൈവമാണ് അഭിഷേകം ചെയ്തത്, ദൈവമാണ് അവനെ ആക്കി വെച്ചത്. പക്ഷെ ശൗൽ എന്ത് ചെയ്തു? ശൗല് പോയി ഒളിച്ചിരുന്നു. എന്നെ ചിന്തിപ്പിച്ച കാര്യമാണ്. ശൗല് പോലും ചിന്തിക്കാത്തൊരു അഭിഷേകം. ശൗല് വരുന്നതിന് മുമ്പേ ശമൂവേലിനോട് ദൈവം പറഞ്ഞു വെച്ചിരുന്നു, ഇന്നടത്ത് നിന്നെ ആള് വരുന്നുണ്ട്, നിന്റെ ദുഃഖമെല്ലാം മാറിപ്പോകും, നീ ചിന്തിച്ച് പ്രയാസപ്പെടണ്ട. ആമേൻ, കാര്യങ്ങൾ നടക്കാൻ പോവാ, ഞാൻ ഒരാളെ കൂട്ടിക്കൊണ്ടുവരിക. എങ്ങനെയാ പുള്ളി വന്നേ? പുള്ളി വന്നിരിക്കുന്നത് വേറൊരു ഉദ്ദേശത്തോടു കൂടിയാ. എന്റെ കഴുതകൾ കളഞ്ഞു, ചെറിയ ചെറിയ കാര്യത്തിന് വേണ്ടിയാ അവനെ അവിടെ കൊണ്ടുചെന്നത്. പലപ്പോഴും നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ വരുന്നത് ചില നഷ്ടങ്ങളും ചില ബുദ്ധിമുട്ടുകളും ഒക്കെ മാറാൻ വേണ്ടിയാ. പക്ഷെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് വിലയേറിയ അഭിഷേക തൈലമാണ്. ഇന്ന് പകൽക്കാലം ഈ മീറ്റിങ്ങിനകത്ത് അങ്ങനെ ഒരു അഭിഷേകം ചൊരിയുന്നതായി ഞാൻ ആത്മാവിൽ ദർശിക്കുകയാണ്. നീ പല കാര്യങ്ങളും കൊണ്ടാണ് ഈ മീറ്റിനകത്ത് കടന്നു വന്നത്, പക്ഷേ എല്ലായിടത്തും നീ സക്സസ് ആയി നിൽക്കത്തക്ക നിലയിലുള്ള ഒരഭിഷേക തൈലം നിന്റെ മേൽ കർത്താവ് വെച്ചിരിക്കുന്നു. സ്തുതിക്കുന്നു. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. അപ്പോ പരിശുദ്ധാത്മാ പറഞ്ഞു, ഇവനെ അഭിഷേകം ചെയ്യുക. അവൻ പോലും അറിയാത്തൊരു അഭിഷേകം. സ്തുതിക്കുന്നു. യെരമ്യാവ് പോലും അറിയാത്തൊരു അഭിഷേകം. ആമേൻ. പലപ്പോഴും ഈ അഭിഷേകത്തിന്റെ പ്രത്യേകത എന്തല്ലോ പ്രിയമുള്ളവരെ, നമ്മൾ അറിയാതെ കിടക്കുകയാണ്. ഹല്ലേലൂയ. ഇതിനകത്ത് അങ്ങനെ ചിലർ ഇരിപ്പുണ്ട്, നിങ്ങൾ അറിയാത്ത ഒരു വലിയ അഭിഷേകം നിങ്ങളുടെ മേൽ കിടപ്പുണ്ട്. നിങ്ങൾ ഒന്ന് ആമേൻ അതിനുവേണ്ടി ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ ആമേൻ ദൈവത്തിന്റെ സന്നിധിയിൽ രഹസ്യമായിട്ട് നിങ്ങൾ സമയം കണ്ടെത്താൻ സമയമാണ്. ദൈവവുമായിട്ട് കൂട്ടിമുട്ടണം. നമ്മൾ മീറ്റിങ്ങുകളിലൊക്കെ വരുന്നത് നല്ലതാണ്, പക്ഷെ പേഴ്സണൽ ആയിട്ട് ഒന്ന് ചെന്ന് സ്പെൻഡ് ചെയ്യണം ദൈവവുമായിട്ട്. ദൈവമേ, എന്റെ മേലുള്ള അഭിഷേകം ഉണ്ടെന്ന് ദേവദാസൻ സനിൽദാസ് ഇന്ന് പ്രസംഗിച്ചപ്പോ പറഞ്ഞല്ലോ. കർത്താവെ, ഞാൻ അത് വിശ്വസിക്കുന്നു. ആ അഭിഷേകത്തിന്റെ പവർ ഒന്ന് വെളിപ്പെടട്ടെ. ആ അഭിഷേകം എന്നിൽ ആക്ടിവേറ്റ് ആകട്ടെ. എന്റെ ഇന്നത്തെ ജീവിതത്തില് ദൈവം എന്തിനാണോ അഭിഷേകം ഇട്ടത് അതെന്നിൽ കൂടെ വെളിപ്പെടട്ടെ. സ്തുതിക്കുന്നു. ചില ഇവാഞ്ചലിസ്റ്റുകൾ ഇതിനകത്തുനിന്ന് എഴുന്നേൽക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ ജോലിയുടെ ഇടയിൽ ഭയങ്കര ഇവാഞ്ചലിസം ചെയ്യുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു.
ശബറ ഘടക. നിങ്ങൾ ചെയ്യുന്ന ജോലിക്കിടയിൽ തന്നെ ആത്മാവിന്റെ ഈ അഭിഷേകം നിങ്ങളിൽ തട്ടി ഉണർത്തി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തിയുടെ വിശേഷ പ്രയാസങ്ങളും അവരുടെ അവസ്ഥകളും തിരിച്ചറിഞ്ഞ് അവരോട് സംസാരിക്കുന്ന ഒരു പ്രൊഫറ്റിക്കൽ മാൻഡിൽ ദൈവം ചിലരുടെ മേൽ നൽകി തരികയാണ്. നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിൽ ആമേൻ ജോലികൾ ചെയ്യുന്ന ചിലരോട് പറയും, നിങ്ങളുടെ ജോലി അല്ല, നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് അല്ല നിങ്ങൾക്ക് ഫോക്കസ്. നിങ്ങളുടെ ഫോക്കസ് എന്ന് പറയുന്ന ആ ബിസിനസ് മുഖാന്തരം ദൈവരാജ്യം ശക്തിയോടെ വെളിപ്പെടണം. അങ്ങനെയുള്ള തലത്തിലേക്ക് ആത്മാവിന്റെ അഭിഷേകം നിങ്ങളെ ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കും, നിങ്ങളുടെ ആത്മാവിനെ ഉണർത്തും. ഞാനിത് പറയുമ്പോൾ ചില ആത്മാവിനെ അകത്തേക്ക് പരിശുദ്ധാത്മാവ് തീപിടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ അത് ഏറ്റെടുക്കണം. നിങ്ങൾ പഴയതുപോലെ ഇരിക്കുകയില്ല. ശംഖമാനാറകടകസ്യ ഒന്ന് പറഞ്ഞാട്ടെ, ഞാൻ പഴയതുപോലെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ മേലുള്ള അഭിഷേകം, എന്റെ തെരഞ്ഞെടുപ്പിൽ കടക്കുന്ന അഭിഷേകം, അത് ഞാൻ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അത് എന്നിൽ കൂടെ ആക്ടിവേറ്റ് ചെയ്യപ്പെടും. ഞാൻ കർത്താവിന് മഹത്വമായി മാറും. തിരഞ്ഞെടുക്കപ്പെട്ട നിന്റെ മേൽ ഒരു അഭിഷേകമുണ്ട് സഹോദരങ്ങളെ. ആ അഭിഷേകത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് സൂപ്പർ നാച്ചുറൽ ആണ്. ഒന്നുറക്കെ പറയാമേ, അഭിഷേകം ചെയ്യുന്ന കാര്യങ്ങള് അത് അസ്വാഭാവികമാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ബുദ്ധിക്ക് നിരക്കാത്തതാണ്, നമ്മുടെ ചിന്തകൾക്ക് അപ്പുറമാണ്. നിങ്ങൾ ഇതുവരെ ചിന്തിക്കാത്ത ചിലത് നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ കാണിക്കാൻ വേണ്ടിയാണ് നിങ്ങളുടെ മേലുള്ള അഭിഷേകം. നടക്കാത്ത കാര്യങ്ങൾ ജീസസ് ഇത് പറയുമ്പോൾ ചില കുടുംബങ്ങൾക്കകത്ത് നടക്കത്തില്ലെന്ന് പറഞ്ഞ് നിന്റെ വീട്ടുകാരും ചാർച്ചക്കാരും ബന്ധുക്കളും പറഞ്ഞു വെച്ചത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നീ നിറഞ്ഞുകൊണ്ട് അത് പറയുമ്പോൾ അത് സംഭവിക്കും. നീ അത് പറയണം. നിന്റെ മേലുള്ള അഭിഷേകം അത് ചെയ്തു തരും. അഭിഷേകത്തിന്റെ പ്രത്യേകത, നീ അത് പറയുമ്പോൾ അത് വർക്ക് ചെയ്യും. സ്തുതിക്കുന്നു. യേശുവിന്റെ അടുക്കൽ ശിഷ്യന്മാര് വന്നിട്ട് ചോദിക്കുന്നു, യേശുവേ, ഞങ്ങളുടെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിക്കണമേ. എന്താ പറഞ്ഞേ? വിശ്വാസം വർദ്ധിപ്പിക്കാനുള്ള വല്ല മെഷീനും ഉണ്ടോ കർത്താവേ? ഞങ്ങളുടെ വിശ്വാസം ഒന്ന് കൂട്ടാനായിട്ട് ഏതെങ്കിലും സ്വിച്ച് ഇട്ടാൽ കൂടുവോ? സ്വിച്ച് ഇടുമ്പോൾ കൂടുന്നതല്ല വിശ്വാസം. യേശു പറഞ്ഞു കൊടുത്തു, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് ഉള്ളത് കൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങുക, ഉള്ളത് കൊണ്ട് പറയാൻ തുടങ്ങുക, ഉള്ളത് കൊണ്ട് കൽപ്പിക്കാൻ തുടങ്ങുക. അത് തന്നെയാണ് എനിക്ക് ഈ മീറ്റിങ്ങിനോട് പറയാനുള്ളത്. നിങ്ങൾ ഉള്ളത് വെച്ചുകൊണ്ട് പറയാൻ കത്തിക്കാൻ തുടങ്ങുക, ഉള്ളത് കൊണ്ട് പറയാൻ തുടങ്ങുക. നിങ്ങളുടെ അഭിഷേകം ആക്ടിവേറ്റ് ചെയ്യപ്പെടും, നിങ്ങളുടെ അഭിഷേകം മൂവ് ചെയ്യപ്പെടും. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പറയുക. കർത്താവിന്റെ ദാസനെ ഞാൻ ഒത്തിരി പ്രാവശ്യം പറഞ്ഞായിരുന്നു, ഒന്നും നടക്കുന്നില്ല. ഇനി ഇതുവരെ പറഞ്ഞത് പോരാ, പറഞ്ഞുകൊണ്ടേയിരിക്കുക. എന്റെ ഒരു സുഹൃത്ത്, തന്റെ കയ്യിൽ ഒരു ചെറിയ മുഴ വന്നു. അദ്ദേഹം ഒരു ദിവസം പറഞ്ഞു, വിട്ടുപോടാ പന്ന പിശാചെ, വിട്ടുപോ, എന്റെ ശരീരത്തിൽ കാണാൻ പാടില്ല. പിറ്റേ ദിവസം നോക്കിയപ്പോ അത് അവിടെ തന്നെ ഇരിപ്പുണ്ട്. നമ്മൾ വിചാരിക്കും പുള്ളിക്കാരൻ വീണ്ടും പറഞ്ഞു, അടുത്ത ദിവസം വീണ്ടും പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഒരു ദിവസം നോക്കിയപ്പോഴത്തേക്കും സാധനം അവിടെ ഇല്ല. അപ്പൊ ഒറ്റ ദിവസം കൊണ്ട് പോകാത്ത, ചിലപ്പോ 7 ദിവസം കൊണ്ട് പോയി. 7 പ്രാവശ്യം മുങ്ങേണ്ട ആവശ്യമുണ്ടോ? ഒറ്റ പ്രാവശ്യം മുങ്ങിയാ പോരെ? ഈ പുള്ളിക്കാരൻ എന്തിനാ 7 പ്രാവശ്യം മുങ്ങാൻ യേശു പറഞ്ഞേ? എന്തിനാ 7 പ്രാവശ്യം എരിഹോ ചുറ്റാൻ പറഞ്ഞേ? ഒരു പ്രാവശ്യം ചുറ്റിയാ പോരെ? എന്തിനാ കർത്താവേ നീ അവരെ ഇട്ട് മെനക്കെടുത്തുന്നേ? 10 കിലോമീറ്റർ എങ്കിലും ഇല്ലേ ഒരു കോട്ട? അത്രയും ചുറ്റിയൊക്കെ വരാൻ ബുദ്ധിമുട്ടില്ലേ? ഹല്ലേലൂയ. മനസ്സിലാവുന്നോ? നമ്മുടെ ശക്തിയൊക്കെ ക്ഷയിച്ച് ഈ ചുറ്റിയൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ കാലൊക്കെ കിഴച്ച് വളരെയധികം ശരീരമൊക്കെ വലിഞ്ഞ് അനങ്ങാൻ ഒക്കാത്ത പോലെ വരും. ചില സാഹചര്യങ്ങളിൽ നമ്മളെ അങ്ങനെ ആക്കുന്നതിന്റെ ഉദ്ദേശം നിന്റെ കഴിവ് കൊണ്ടല്ല മോളെ. ഇതൊക്കെ വീഴുന്നത്, ഇതൊക്കെ മാറുന്നത് എന്റെ ശക്തി ഉപയോഗിച്ച, ശക്തിയാലുമല്ല, സൈന്യത്താലുമല്ല, ആത്മാവിനാൽ. ചിലത് അങ്ങനെ. ഈ ആത്മാവ് ഇങ്ങനെ ഇരിക്കും? ആത്മാവ് എങ്ങനെ ഇരിക്കും? ആർക്കെങ്കിലും പറയാം, ആത്മാവ് എങ്ങനെ ഇരിക്കും? ആത്മാവിനെ കാണാൻ പറ്റുമോ? ആത്മാവ് എങ്ങനെ ഇരിക്കും? അത് കല്ലുപോലെ ഇരിക്കുമോ? അതോ വേറെ എന്തെങ്കിലും പോലെ ഇരിക്കുമോ? ആത്മാവിനെ കാറ്റായിട്ടാണ് പരിശുദ്ധാത്മ പറയുന്നത്.
ആത്മാവിനെ കാറ്റുപോലെയാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു കാറ്റിനെ വിശ്വാസത്താൽ റിസീവ് ചെയ്യാം. നിങ്ങൾക്ക് അങ്ങനെ ഒരു കാറ്റിനെ അയക്കാം എന്ന് ഞാൻ ആത്മാവിൽ ഇത് പറയുമ്പോൾ ചില കുടുംബങ്ങളിൽ ആത്മാവ് കാറ്റായിട്ട് വെളിപ്പെടുന്നു. ഞാൻ പ്രാർത്ഥനയുടെ ആരംഭത്തിൽ കണ്ട കാര്യം ഇതാണ്. ചിലരുടെ മേല് ദൈവത്തിന്റെ കൃപയുടെ അഥവാ ഫേവർ ഒരു 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 മഞ്ഞുപോലെ ചിലത് വീഴുന്നത് പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുന്നു. ഫേവർ അത് നിങ്ങളുടെ മേൽ വർദ്ധിച്ചു വരികയാണ്. അന്ന് നിങ്ങളുടെ ലൈഫിൽ വെളിപ്പെട്ടിട്ട് നിങ്ങളുടെ എന്തുവാ ഒരു കാറ്റുപോലെ നിങ്ങളുടെ ലൈഫ് ആയിത്തീരുന്നു. നിങ്ങൾ പൂർണ്ണമായും സ്വതന്ത്രമാവുന്നു. നിങ്ങളുടെ അശാന്തി മാറുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചൈതന്യം കടന്നു വരുന്നു. സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ ആത്മാവിൽ കണ്ടിട്ടുള്ള കാര്യമാണ്. ഈ കാറ്റ് നമ്മുടെ എടുത്തുകൊണ്ട് പോകാൻ പറ്റും. ഈ കാറ്റിന് നമ്മളെ മൂവിപ്പിക്കാൻ പറ്റും. ഈ കാറ്റിന് നിങ്ങൾ എവിടെയായിരുന്നാലും ആ കാറ്റിന് നിങ്ങളെ ചലിപ്പിക്കാൻ പറ്റും. ഹല്ലേലൂയ. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില കുടുംബങ്ങളിൽ ഈ കാറ്റ് അസംഭവമായത് അല്ലെങ്കിൽ നടക്കത്തില്ലെന്ന് പറഞ്ഞ് നിങ്ങളും നിങ്ങളുടെ നാട്ടുകാരും ഡോക്ടർമാരൊക്കെ വിധി എഴുതിയതാ. ഇന്ന് പൽക്കാലം ആത്മാവ് ഒരു കാറ്റുപോലെ അതിനെ ശരിയാക്കുകയാണ്. നിങ്ങൾക്കറിയാമോ? യഹസ്കേലിനോട് പറയുന്നത്, ഈ അസ്ഥികൾ ജീവിക്കുമോ? ഈ അസ്ഥികൾക്ക് ജീവൻ വരുമോ എന്ന് ചോദിച്ചപ്പോൾ, ദൈവമേ നീ അറിയുന്നു. കർത്താവ് പറയുന്നു, നീ ഇതിനെ നോക്കി പ്രവചിക്കുക. നീ വായി തുറന്ന് പറയുക. യു ആർ എ പ്രോഫറ്റ്. യു ഹാവ് ആൻ അനോയിന്റിങ്. നിന്റെ മേൽ ഒരു അഭിഷേകമുണ്ട്. നീ പറഞ്ഞാലേ കാറ്റ് വരത്തുള്ളൂ. കാറ്റിനോട് പ്രവചിക്കുക. നീ ചിലത് പറയുക. നിന്റെ വീടിനെ നോക്കി പറയുക. നിന്റെ ജോലിയെ നോക്കി പറയുക. നിന്റെ ശുശ്രൂഷയെ നോക്കി പറയുക. നിന്റെ ശരീരത്തെ നോക്കി പറയുക. വരട്ടെ. നിന്റെ ശരീരത്തിൽ അനാവശ്യമായി ഒതുങ്ങിക്കൂടുന്ന ചില കൊളസ്ട്രോള്, അൺനെസസറി ആയിട്ടുള്ള ചില ഗ്രോത്തുകൾ, അങ്ങനെയുള്ളതായ ചില വളർച്ചകൾ, ഇൻക്രീസ് ആയി കിടക്കുന്ന അവസ്ഥകൾ പരിശുദ്ധാത്മാവ് ഇന്ന് പൽക്കാലം ഈ കാറ്റ് ഉപയോഗിച്ച് ശരിയാക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറായാൽ ആത്മാവ് കാറ്റായി നിങ്ങളുടെ ശരീരങ്ങളിൽ പ്രവർത്തിക്കും. അസ്ഥികളോട് വന്നു ചേരേണ്ട മാംസം വന്നു ചേർന്നതുപോലെ, നാഡി ഞരമ്പുകൾ വെച്ച് പിടിപ്പിച്ചതുപോലെ, അതൊരു വലിയ സേനയായിട്ട് സ്ട്രോങ് ആയിട്ട് മാറിയതുപോലെ ഇന്ന് പൽക്കാലം നിന്നെയും നിന്റെ കുടുംബത്തെയും നേരെ നിർത്താൻ ഈ കാറ്റിന് ശക്തിയുണ്ട്. യു ജസ്റ്റ് പ്രൊഫസൈ. ഹല്ലേലൂയ. ഒന്ന് കൈവർത്തി പറയാമോ? എന്റെ മേലൊരു അഭിഷേകമുണ്ട്. ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടവളാ. എന്റെ മേലുള്ള അഭിഷേകം അത് പ്രീസ്റ്റ്ലി അനോയിന്റിംഗ് ആണ്. പ്രീസ്റ്റ്ലി അനോയിന്റിങ്ങിനെ കുറിച്ചൊക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ സമയമെടുക്കും. പ്രീസ്റ്റ്ലി അനോയിന്റിങ്ങിന്റെ ഒരു പ്രത്യേകത, അത് is the anointing of prayer. It's an anointing of prayer. അത് വേണോ ആർക്കെങ്കിലും? അത് ആർക്കെങ്കിലും വേണോ? പ്രാർത്ഥനയുടെ ഒരു അഭിഷേകം. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ഒരു തടസ്സവും ഉണ്ടാകത്തില്ല. ചിലരാണെങ്കിൽ പ്രാർത്ഥിക്കാനാണ് തടസ്സം. കഴിക്കാനിരിക്കുമ്പോ ബിരിയാണി മുന്നിൽ ഇരിക്കുമ്പോഴത്തേക്ക് ആർക്കെങ്കിലും തടസ്സമുണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഭോജനം നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് തടസ്സമുണ്ടോ? നിങ്ങൾക്ക് അതിനോട് വെറുപ്പുണ്ടാവോ? ഉറക്കം വരുമോ? എല്ലാവരും പോയെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭോജനമാണ് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഉറക്കം വരുമോ? നിങ്ങൾക്ക് ക്ഷീണം തോന്നുമോ? സന്തോഷമല്ലേ തോന്നുന്നേ? എത്രയും പെട്ടെന്ന് കഴിക്കണമെന്നല്ലേ തോന്നുന്നേ? അതോ എനിക്ക് മാത്രമാണോ അങ്ങനെ തോന്നുന്നേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആഹാരം മുന്നിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാല്, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് അങ്ങനെയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആഹാരം നിങ്ങളുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ഉറങ്ങത്തുമില്ല, ക്ഷീണിക്കത്തുമില്ല, അവിടെ ഇവിടെ നോക്കി തിരിഞ്ഞിരിക്കത്തില്ല, മൊബൈൽ എടുത്ത് സംസാരിച്ചു, എല്ലാം അവിടെ വെച്ചിട്ട് പരിപാടി തുടങ്ങുക. അപ്പൊ നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത് ആരാ? ദാവീദ് പറയുന്നത്, ഞാൻ എപ്പോഴും എന്റെ യഹോവയെ എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അതുകൊണ്ട് എന്റെ ഹൃദയം ആനന്ദിക്കുന്നു. 16:8 സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത്, എപ്പോഴും ഞാൻ എന്റെ മുമ്പിൽ ആരെ വെച്ചിരിക്കുന്നേ? എന്റെ ഭർത്താവിന്റെ ഫോട്ടോയാ ഞാൻ വെച്ചിരിക്കുന്നേ. എന്ന് വരും എന്റെ ഭർത്താവ്, എന്ന് കാണും ഞാൻ അയാളെ എന്ന് വിചാരിച്ചുകൊണ്ട് ഫോട്ടോ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനൊന്നും ഇരിക്കണ്ട.
ആ മെഴുതിരി എടുത്ത് കളഞ്ഞിട്ട് ആ ഫോട്ടോയ്ക്ക് എടുത്ത് മാറ്റിയിട്ട് ആ ദൈവത്തെ മുന്നിലേക്ക് കൊണ്ടുവന്നാൽ സകലതും ശരിയായി വരും. നിന്റെ ആ ഹൃദയം ആനന്ദിക്കും, നീ നിർഭയമായിരിക്കും, നിന്റെ ശരീരം ജഡം ആനന്ദം കൊണ്ട് തുള്ളിച്ചാടും. പിന്നെ ആരാധിക്കാൻ മടി വരത്തില്ല, കൈയടിക്കാൻ മടി വരത്തില്ല, തുള്ളിച്ചാടാൻ മടി വരത്തില്ല. എന്നാണെങ്കിൽ നമ്മൾ കല്ലുപോലെ ഇരുന്ന് കൊടുക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവ് ചെയ്തോ, ഞാനതാ ഇരുന്ന് തരികയാണ്. അങ്ങനെയല്ല. സ്മിത്ത് വിഗിൽസ്വർത്ത് എന്ന് പറയുന്ന അഭിഷിക്തൻ 35ഓളം മരിച്ചുപോയ ബോഡിയെ ജീവിപ്പിച്ചു. ഹലോ, ഞാൻ പറഞ്ഞത് കേട്ടിട്ട് ആർക്കും ഒരു അനക്കവും ഇല്ലല്ലോ. ആമേൻ. ഒരാളെ പോലും ജീവിക്കുന്നത് കണ്ടുമില്ല, ജീവിപ്പിക്കാനും ഒക്കുന്നില്ല. പക്ഷെ 35 ബോഡിയെ എഴുന്നേൽപ്പിച്ച പുള്ളിക്കാരനോട് ഒരാൾ ഇന്റർവ്യൂവിൽ ചോദിച്ചു, നിങ്ങൾ ഒരു ദിവസം എഴുന്നേൽക്കുമ്പോൾ ആദ്യം ചെയ്യുന്നത് എന്താന്ന് ചോദിച്ചു. ആമേൻ. നമ്മളാണെങ്കിൽ ആദ്യം ചെയ്യുന്നത് സൂം ഓൺ ചെയ്ത് 6 മണിക്കുള്ള മീറ്റിംഗ് കയറും, അല്ലെ? ഹല്ലേലൂയ. പക്ഷേ സ്മിത്ത് വിഗിൽസ്വർത്ത് ചെയ്യുന്നത്, ആമേൻ, മരിച്ചുപോയവരെ ഉയർപ്പിച്ച ആ മനുഷ്യൻ ചെയ്യുന്നത് രാവിലെ എഴുന്നേറ്റ് ചാടുകയാണ്. എക്സസൈസ് അല്ല, അദ്ദേഹം തുള്ളിച്ചാടുമെന്നാ പറയുന്നത്, ഡാൻസ് ചെയ്യുമെന്നാ പറയുന്നത്. സ്വത്രം. സന്തോഷത്തോടെ തുടങ്ങുക, ആനന്ദിക്കുക. ആമേൻ. എനിക്ക് എങ്ങനെ തുള്ളിച്ചാടാൻ പറ്റും കർത്താവിന്റെ ദാസനെ? ഒരിക്കലും ഒരു അട്ടയും ഒരു തവളയും കൂടെ ഒരു ജംഗ്ഷനിൽ കൂട്ടിമുട്ടി. അവൻ ഈ അട്ട നോക്കിയപ്പോഴത്തേക്കും ചുരുണ്ടുകൂടി കിടക്കുക. ആമേൻ. കൂട്ടുമുട്ടുമ്പോഴത്തേക്കും അവനൊരു സ്വഭാവമുണ്ട്, അതിന് ഒന്നിച്ചു പോകാൻ ഒക്കത്തില്ല, അത് അങ്ങ് ഒറ്റയ്ക്ക് അങ്ങ് ചുരുണ്ട് കളയും. പക്ഷേ തവള അങ്ങനെയല്ല. പുള്ളിക്കാരൻ ഭയങ്കര ചാട്ടമാണ്, ചാടി ചാടി നിൽക്കുന്നു. നീ എന്തിനാടാ ഇത്ര വലിയ ചാട്ടം എന്ന് അട്ടച്ചേട്ടൻ ചോദിച്ചപ്പോഴത്തേക്കും തവള ചേച്ചി പറയുകയാണ്, ആമേൻ, നീ ആണെങ്കില് ജനിച്ചപ്പോഴേ നിനക്ക് 1000 കാല്, പക്ഷെ എനിക്ക് ജനിച്ചപ്പോഴത്തേക്കും കാലുമില്ല, ഒന്നുമില്ല, വാലായിട്ടാ ജനിച്ചത്. നമുക്ക് എല്ലാവർക്കും ഒരു വാലുണ്ടായിരുന്നു. പക്ഷെ ഈ വാല് മുറിക്കാനായിട്ട് ഞാൻ ദൈവത്തോട് ആവശ്യിച്ചു, ദൈവമേ എനിക്ക് കാലുതാ, വാല് മുറിച്ച് എനിക്ക് കാലുതാ, വാല് മുറിച്ച് എനിക്ക് കാലുതാ, എനിക്ക് അങ്ങ് ആരാധിക്കണം. അപ്പൊ ദൈവം എന്റെ പ്രാർത്ഥന കേട്ട് എന്റെ വാലങ്ങ് മുറിച്ചു, എന്റെ കളറൊക്കെ അങ്ങ് മാറ്റി, എന്റെ രൂപവും ഭാവവും എല്ലാം മാറി. എന്നിൽ ഒരു എൻകൗണ്ടർ നടന്നു. അപ്പോഴത്തേക്കും എനിക്ക് കാല് വന്നു. ഹല്ലേലൂയ. നീയോ ജനിച്ചപ്പോഴേ 1000 കാലുമായിട്ടാ ജനിച്ചത്, നിനക്ക് ഒരു അനുഭവം ഇല്ല, ഒന്നുമില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ഇന്നും ജനിച്ചപ്പോ തന്നെ അമേൻ ചിലരാണെങ്കിൽ ജനിച്ചു വീഴുന്നത് തന്നെ പള്ളിക്കകത്താ, ക്രിസ്തീയ കുടുംബത്തിനകത്താ. ഒരു ഇടപെടലും ഇല്ല. പാട്ട് പാടാം, ഓക്കെ പാടാം, എണീക്കാം, ഇരിക്കാം, ഇങ്ങനെയൊക്കെയുള്ളത്. യേശുവുമായിട്ട് യാതൊരു എൻകൗണ്ടറും ഇല്ലാത്തത് കൊണ്ട് ചാടാൻ പറ്റുന്നില്ല, അങ്ങ് ഇരുന്ന് കൊടുക്കുകയാ. ആമേൻ. ഇന്ന് പകൽക്കാലം അത് മാറണം. യേശുവുമായിട്ടുള്ള എൻജോയ്, ആ എൻകൗണ്ടർ നമ്മളിൽ വന്നു കഴിഞ്ഞാൽ നീ അറിയാതെ ചാടി യേശുവിനെ മഹത്വപ്പെടുത്തും. നിന്റെ ആനന്ദം നിറയും. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കയറുമ്പോൾ വചനം പറയുന്നു, യഹോവയുടെ സന്നിധിയിൽ ആനന്ദത്തിന്റെ പ്രമോദനങ്ങളുണ്ട്, സന്തോഷത്തിന്റെ അലേടിയാണ് അവിടെ. നമുക്ക് സന്തോഷിക്കാൻ ഒരിടമുണ്ട്, നമുക്ക് ആനന്ദിക്കാൻ ഒരിടമുണ്ട്. ടി.ജി. വർഗീസ് അങ്കിൾ എഴുതിയൊരു പാട്ടുണ്ട്, ആമേൻ, ആമേൻ, ദുഃഖിക്കാൻ, ഹല്ലേലൂയ, ആനന്ദിക്കാൻ ആയിരങ്ങൾ, അല്ലെ? ആനന്ദിക്കാൻ കാരണമുണ്ട്, അതിന് 1000 കാര്യമുണ്ട്. നിരാശപ്പെടാൻ കാര്യം 10 ഉണ്ടെങ്കിൽ ആനന്ദിക്കാൻ 1000. ആനന്ദിക്കാൻ ഒത്തിരി കാര്യങ്ങൾ കിടപ്പുണ്ട്. പക്ഷെ പിശാച് നമ്മളെ ആനന്ദിക്കേണ്ട കാര്യത്തിലേക്ക് കൊണ്ടുപോകത്തില്ല, ദുഃഖിക്കേണ്ട കാര്യത്തിൽ മാത്രം പിടിച്ചിട്ട് ദുഃഖിപ്പിക്കും. എല്ലാ ദിവസവും ദുഃഖിക്കുക. ഇപ്പം ആയുസ് തീരാറായി, ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുക, ദുഃഖിച്ചുകൊണ്ടിരിക്കുക. യേശുവിന്റെ നാമത്തിൽ അതിനെ നമുക്ക് ബ്രേക്ക് ചെയ്യാം. അപ്പോ അനോയിന്റിങ് ഓഫ് പ്രയർ ഈസ് ദേർ. പ്രീസ്റ്റ്ലി അനോയിന്റിങ്ങിന്റെ പ്രത്യേകത അത്, ആ അനോയിന്റിങ്ങിൽ എന്താണ്? പ്രാർത്ഥനയുണ്ട്. 2, പ്രീസ്റ്റ്ലി അനോയിന്റിങ്ങിന്റെ രണ്ടാമത്തെ പ്രത്യേകത ഇത് ഫ്ലോയിങ് അനോയിന്റിങ് ആണ്. ഫ്ലോയിങ് അനോയിന്റിങ് എന്ന് വെച്ചാൽ ഒരു പുരോഹിതന്റെ മേൽ തലയിൽ അഭിഷേകം ഉണ്ടെങ്കിൽ
ആ അഭിഷേകം അവിടെ തന്നെ നിൽക്കത്തില്ല. നിങ്ങൾ 133 സങ്കീർത്തനം വായിച്ചു കഴിഞ്ഞാൽ അറിയാം, അഹരോന്റെ തലയിൽ ഒഴിക്കപ്പെട്ട ആ തേൾ, ആ ഓയിൽ ഒഴുകി ഒഴുകി താഴോട്ട് വരുന്നു. അതിന്റെ അർത്ഥം എന്താണ്? ഇത് ഒഴുകുകയാണ്. ഇത് ഒഴുകുന്ന അഭിഷേകമാണ്. ഇത് തലമുറകളിലേക്ക് ഒഴുകുന്ന അഭിഷേകമാണ്. ഇത് നിന്റെ തലമുറയിലേക്ക്, അപ്പനിൽ നിന്ന് മക്കളിലേക്ക്, മക്കളിൽ നിന്ന് മക്കളുടെ മക്കളിലേക്ക്, ആമേൻ, അങ്ങനെ ഒഴുകി 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 നിന്റെ ലൈഫിൽ, നിന്റെ കുടുംബത്തിൽ ഒരു തരത്തിലുള്ള ശാപം പിടിച്ചവന് ഉണ്ടാകത്തില്ല. ഇത് ഞാൻ പറയുമ്പോൾ ചില കുടുംബങ്ങളിൽ തലമുറകളെ ഓർത്ത് ഭാരപ്പെടുന്ന ചില കുടുംബങ്ങളോട് ദൂത് പറയുക, നിന്റെ മേലുള്ള അഭിഷേകത്തെ നീ ആക്ടിവേറ്റ് ചെയ്യാൻ തയ്യാറായാൽ, നിന്റെ മേലുള്ള അഭിഷേകത്തെ പ്രാർത്ഥനയിലൂടെ അതിനെ ആക്ടിവേറ്റ് ചെയ്യുവാൻ തയ്യാറായാൽ, നിന്റെ തലമുറയുടെ മേൽ ഒഴുകുന്നത് ആമേൻ നിന്റെ മേലുണ്ടായിരുന്ന ശാപമല്ല, നിന്റെ മേൽ കിടന്ന രോഗമല്ല, നിന്റെ പിതാക്കന്മാരിൽ നിന്നും ഒഴിവ് വന്ന ഏതാണ്ടോ ചില ബന്ധനമല്ല. പിന്നെ എന്താ ഒഴുകാൻ പോകുന്നേ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. അത് നിന്റെ തലമുറകളിലേക്ക് ഒഴുകും. നീ 1 മണിക്കൂർ പ്രാർത്ഥിച്ചാൽ നിന്റെ തലമുറ 2 മണിക്കൂർ പ്രാർത്ഥിക്കും. ആ നിലയിലുള്ള അഭിഷേകമാണ് നമ്മുടെ മേൽ കിടപ്പുണ്ട്. അതാ that is the priestly anointing. ഇന്ന് പൽക്കാലം ഈ അഭിഷേകമുള്ള ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സമയം മുമ്പോട്ട് പോയി. ആമേൻ. priestly anointing ന്റെ പ്രത്യേകത, there is non stop anointing, flowing anointing. അതിനകത്തൊരു ഫ്ലോ ഉണ്ട്. അതൊന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആർക്കും അതിനെ പിടിച്ചു നിർത്താൻ ഒക്കത്തില്ല. അങ്ങനെ തന്നെ ഒരു അഭിഷേകത്തിന്റെ ഒഴുക്ക് ചില കുടുംബങ്ങൾക്കകത്ത് വെളിപ്പെടുകയാണ്. തലമുറകൾക്കകത്ത്, ഭാവിക്കകത്ത്, വിദ്യാഭ്യാസത്തിനകത്ത്, ആത്മീയ നിലവാരത്തിലേക്ക് പരിശുദ്ധാത്മാവ് ചിലരെ ആ അഭിഷേകത്താൽ പിടിച്ചു നിർത്തുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ്. റോയൽ അനോയിന്റിംഗിന്റെ പ്രത്യേകത ഇസ് ദ അനോയിന്റിംഗ് ഓഫ് അതോറിറ്റി. It's an anointing of authority. Royal anointing ചിലരുടെ മേൽ കിടക്കുകയാണ്. നിങ്ങൾ അധികാരത്താൽ നിൽക്കാൻ പോവാ. ആമേൻ. യേശു പറഞ്ഞു, നീ ഒരു വാക്ക് മാത്രം പറഞ്ഞാൽ മതി, എന്റെ വീട്ടിൽ കിടക്കുന്ന ദാസൻ എഴുന്നേൽക്കും. ഒരൊറ്റ വാക്ക് പറയാൻ അധികാരത്തിന്റെ പ്രത്യേകത, ആമേൻ, വാക്കിനകത്ത് പ്രവർത്തിക്കും. ഇന്ന് പകൽക്കാലം ചില കുടുംബങ്ങൾക്കകത്ത് അങ്ങനെയുള്ള അധികാരം വെളിപ്പെടുന്നു. റോയൽ അനോയിന്റിംഗിലേക്ക് പരിശുദ്ധാത്മാവ് നിന്നെ ഇറക്കുകയാണ്. കണ്ണുകൾ അടച്ചാട്ടെ, എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. കർത്താവേ, ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ കണ്ണുകളും അടച്ച് ഒരു ഗ്ലോറിയസ് ചർച്ചിനെ കർത്താവ് തയ്യാറാക്കുകയാ, മുൻനിർത്താൻ ആഗ്രഹിക്കുക. അന്ത്യകാലത്ത് കെട്ടിടത്തെ അല്ല ദൈവം ഫോക്കസ് ചെയ്യുന്നേ, അന്ത്യകാലത്ത് ഒരു കൂട്ടത്തെ അല്ല ദൈവം ഫോക്കസ് ചെയ്യുന്നേ. ദൈവത്തിനൊരു സഭയെ ആവശ്യമുണ്ട്. ആ സഭ എങ്ങനെയുള്ളതായിരിക്കണം? അത് നിഷ്കളങ്കമായിരിക്കണം. അതിനകത്ത് ഒരു കളങ്കവും പാടില്ല. വിശുദ്ധയായിരിക്കണം. അതിനുവേണ്ടി ഞാൻ വചനത്തിന്റെ ജലത്താൽ സ്നാനപ്പെടുത്തി ശുദ്ധീകരിക്കും. ഉടമാരഘടക ദിനാന്തരമാരവ ഞാൻ തേജസ്സോടെ മുൻനിർത്തും. ഒരു ഗ്ലോറിയസ് ചർച്ച് എനിക്ക് വേണം. ഹല്ലേലൂയ. എത്ര പേർ പറയും, ഞാൻ ഒരു ഗ്ലോറിയസ് ചർച്ചായി തീരുവാൻ, ഒരു തേജസ്സുള്ള മണവാട്ടിയായി തീരുവാൻ കർത്താവേ എന്നെ തന്നെ തരുന്നു. ആ സ്വർഗീയ അനുഗ്രഹങ്ങൾ എന്റെ മേൽ ചൊരിയപ്പെട്ടിരിക്കുക. നന്ദി എന്ന് പറ. എല്ലാവരും പറഞ്ഞ് പ്രാർത്ഥിച്ചേ, യേശുവേ, ആ തേജസ്സിലേക്ക്, തേജസ്സിന്റെ മണവാട്ടിയിലായി ആത്മാവ് എന്നെ തിരഞ്ഞെടുത്തിരിക്കുക. സ്തോത്രം. എന്റെ മേലുള്ള ആത്മീയ അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം. എന്റെ മേലുള്ള തിരഞ്ഞെടുപ്പിനായി സ്തോത്രം. ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്, ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടവളാണ്. എന്റെ മേൽ പ്രീസ്റ്റ്ലി അനോയിന്റിംഗ് ഉണ്ട്, എന്റെ മേൽ റോയൽ അനോയിന്റിംഗ് ഉണ്ട്. ഞാൻ കർത്താവിന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ വേണ്ടി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. യെരമ്യാവേ, നീ ബാലനെന്ന് നീ പറയരുത്. നിന്റെ സാഹചര്യം നോക്കി നീ വിലയിരുത്തരുത്. നിന്റെ മേൽ ഒരു അഭിഷേകമുണ്ട്, നിന്റെ മേൽ ഒരു കോളിംഗ് ഉണ്ട്. നീ പ്രവാചകനമാണ്. ഈ കാലഘട്ടത്തിൽ നീ ദൂത് പറയേണ്ട വ്യക്തിയാണ്. പാപത്തിൽ നിന്നും ആത്മാക്കളെ തിരിച്ചമേൻ ഹല്ലേലൂയ പുറത്തെടുക്കേണ്ട വ്യക്തിയാണ്. നീ നിന്റെ കുടുംബത്തിൽ ഒരു വിടുതലാണ്. നീ ഒരു വീണ്ടെടുക്കേണ്ട വ്യക്തിയാണ്. നീ അനേക കുടുംബങ്ങളെ പുറത്തു കൊണ്ടുവരുന്ന വ്യക്തിയാണ്. നീ വെളിച്ചമാണ്. ഉടവാരകന രജകാരകനി അലജരഘടകം ശബ്ദമാനഘടക. കർത്താവേ, ഈ ജനത്തെ ഞാൻ ബ്ലസ് ചെയ്യുന്നു.
ഈ ജനത്തിന്റെ മേൽ പകരപ്പെട്ടിരിക്കുന്ന ഈ അഭിഷേകത്തിനായി സ്തോത്രം. ഒരു തേജസ്സുള്ള സഭയായി ദേശത്തിൽ നിലനിൽക്കുവാൻ കർത്താവ് സഹായി. ഇന്ത്യയെയും ലോക രാജ്യങ്ങളെയും ഹല്ലേലൂയ തേജസ്സോടെ അവിടുന്ന് ഒരു സഭയാക്കി മാറ്റുന്നതിനായി സ്തോത്രം. ഇതെന്റെ ഒരു പ്രാർത്ഥനയാണ് പിതാവേ. ലോകം മുഴുവനും തേജസ്സുള്ള ഒരു മണവാട്ടി എഴുന്നേറ്റ് വരണം. ലോകം മുഴുവനും കർത്താവിന്റെ സഭയാകുന്ന തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കൂട്ടം എഴുന്നേറ്റ് വരണം. അതിനായി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ സഭയിലും കടന്നു വന്ന് ശുശ്രൂഷിപ്പാൻ, ഈ ജനത്തോട് ഇടപെടാൻ ദൈവത്തിന് കൃപ തോന്നിയതിനായി സ്തോത്രം. ദൈവമേ, ഇന്ന് ഈ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവെ പ്രവർത്തിക്കണമേ. ആരൊക്കെ ദൂതുകൾ ഏറ്റെടുത്തുവോ അവരുടെ മേലെല്ലാം പരിശുദ്ധാത്മാവ് അത്ഭുതം ചെയ്യണമേ. ആരെങ്കിലും രോഗികളായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവർ സൗഖ്യമാകട്ടെ. അവരുടെ മേൽ ആത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. അവരിൽ പണി നടക്കട്ടെ, റിന്യൂനെസ് നടക്കട്ടെ. ആമേൻ. താങ്ക് യു ജീസസ്. കർത്താവെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഉദരത്തിന് സംബന്ധമായിട്ട് ആമേൻ പ്രയാസപ്പെടുന്ന ചില രോഗങ്ങൾ യേശു സൗഖ്യമാക്കുന്നു. ഉദര സംബന്ധമായ രോഗം, ആമേൻ, കുടലുമായിട്ട് ബന്ധപ്പെട്ട് ആമേൻ പ്രയാസപ്പെടുന്ന രോഗത്തെ യേശു സൗഖ്യമാക്കുന്നു. ഇപ്പോൾ തന്നെ സൗഖ്യമാകുക യേശുവിന്റെ നാമത്തിൽ. ആമേൻ. യേശുവിന്റെ നാമത്തിൽ അത്ഭുത സൗഖ്യങ്ങൾ സംഭവിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ചില തടസ്സങ്ങൾ മാറുന്നു. ചില തടസ്സങ്ങൾ മാറുന്നു. കല്ലുരുട്ടി വെച്ചതുപോലെ ചില വിഷയങ്ങൾക്കകത്ത് ഉരുട്ടി വയ്ക്കുന്ന കല്ലുകൾ ആത്മാവ് ഇറങ്ങി എടുത്തു മാറ്റുന്നു. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിശ്ചയമായിട്ട് നിങ്ങൾ സാക്ഷ്യമായി മാറും. നിങ്ങളുടെ കുടുംബങ്ങളിൽ ആ സാക്ഷ്യങ്ങൾ കേൾക്കും. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ വിശ്വസിച്ച് ഏറ്റെടുക്കുക. ഇപ്പോൾ തന്നെ ആ കല്ല് ഉരുണ്ട് മാറുന്നു. യെസ്, ദൂതൻ ഇറങ്ങുന്നു യേശുവിന്റെ നാമത്തിൽ. യെസ്, ജോലിയുടെ വിഷയത്തില്, സമ്പത്തിന്റെ വിഷയത്തില്, ആമേൻ, ഭാവിയുടെ വിഷയത്തില്, വിദ്യാഭ്യാസത്തിന്റെ വിഷയത്തിൽ സാത്താൻ ഉരുട്ടി വെച്ച കല്ലിനെ മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട് ആമേൻ നീ ഉയരല്ല, നീ ശുശ്രൂഷയിൽ മുന്നോട്ട് പോകത്തില്ലെന്ന് പറഞ്ഞു ഉരുട്ടി വെച്ച കല്ലുകൾ, മിനിസ്ട്രിക്കെതിരെ, ശുശ്രൂഷയ്ക്കെതിരെ ഉരുട്ടി വെച്ച കല്ലുകൾ ഇപ്പോൾ അത് റിമൂവ് ചെയ്യാൻ. ബി റിമൂവ്ഡ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവ് അങ്ങനെ ചെയ്തതിന് നന്ദി. ഈ കുടുംബങ്ങളെ ഞാൻ അനുഗ്രഹിക്കുന്നു. ദേവദാസിയെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ കേൾക്കണം സ്വർഗസ്ഥ പിതാവേ. ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വീണ്ടും എന്നെ ഓർത്തു പ്രാർത്ഥിക്കുക. ഞങ്ങൾ കുടുംബമായിട്ട് മുംബൈയിൽ ശുശ്രൂഷയിലാണ്. ഞങ്ങളുടെ സഭയുടെ ആനിവേഴ്സറിയാണ് വരുന്ന വ്യാഴാഴ്ച. 20 വർഷം തികയാണ്. 2006 ഞങ്ങൾ പ്രവർത്തനം ഇവിടെ തെരുവുകളില് പല ഇടങ്ങളില് ആമേൻ പുതിയ ചെറിയ ചെറിയ കൂട്ടായ്മകൾ ആരംഭിച്ചു. സ്വർഗത്തിലെ ദൈവം അത് അനുഗ്രഹിച്ചു. നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കണം. ഇനിയും ഇന്ത്യക്കകത്തും പലയിടങ്ങളിൽ സഭ സ്ഥാപിക്കണം. സുവിശേഷ വേല ചെയ്യാനായി ഒത്തിരി അഭിഷിക്തരെ എഴുന്നേൽപ്പിക്കണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്.